ഹലോ ഓൾ, ഗുഡ് ഈവനിങ്. സോ നമ്മുടെ കോംബി റൂമിലേക്ക് നിങ്ങളെ എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. സോ ഡോപ്പയുടെ കോംബി റൂം എന്താണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മൾ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കുന്ന സെഷനാണ്. ഡെഫിനറ്റ്ലി നിങ്ങളെ ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാൻ വിടുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. നമ്മൾ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇപ്പോൾ തന്നെ ഇരുന്നിട്ട് നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരു സാധനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദിസ് ടുഡേയ്സ് ചാപ്റ്റർ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ദാറ്റ് ഈസ് നോൺ ആസ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. +2 ബയോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് എന്ന് പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം ബയോളജിയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണെന്നുള്ളതാണ്. ബിക്കോസ് നല്ല വെയിറ്റേജ് ഉണ്ടാവും. നീറ്റിന് ദർ വിൽ ബി ഓൾമോസ്റ്റ് 4 questions, 3 to 4 questions എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്നുണ്ടാവും. ആൻഡ് ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് അപ്പുറത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് 1 to 2 questions കിട്ടും. സോ ടോട്ടൽ 6 questions ആണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്ന് കിട്ടാനുള്ളത്. 6 questions എന്ന് പറഞ്ഞാൽ 24 മാർക്സാണ് ടോട്ടൽ ഉണ്ടാവുക. 24 മാർക്സ് എന്ന് പറഞ്ഞാൽ 24,000 റാങ്കെങ്കിലും മുന്നോട്ട് വരാനുള്ള സാധനമാണ്. ഒരു മാർക്കിന് 1000 റാങ്ക് വെച്ചിട്ട് മുന്നോട്ട് വരും. സോ ദിസ് ഈസ് എ പർട്ടിക്കുലർലി നമുക്ക് എന്തുണ്ട് ഇഷ്ടമുള്ള പഠിക്കാൻ എളുപ്പമുള്ള ഒരു സാധനമാണ് നമ്മുടേത്. സോ എന്ത് ചെയ്യുക, ഉഷാറായിട്ട് പഠിക്കുക. ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് സെഷൻ. നിങ്ങളിൽ ഒരുപാട് ആൾക്കാർ ഇതിനു മുന്നേ ഫസ്റ്റ് സെഷൻ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. സോ ദിസ് ഈസ് മൈ സെക്കൻഡ് സെഷൻ. ഫസ്റ്റ് സെഷനിൽ വി ഹാവ് ഡിസ്കസ്ഡ് അപ് ടു കുറേ കാര്യങ്ങൾ. നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ച് NCERTയുടെ ഒപ്പം തന്നെയാണ് നിന്ന് ചെയ്തിട്ട് പോകുന്നുണ്ടാവുക. സോ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് കൂടെ നിൽക്കുക. നിങ്ങളെ എല്ലാവർക്കും ഹായ് ഹലോ. എനിക്ക് ആകെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ദിസ് സെഷൻ ഈസ് ഗോയിങ് ടു ബി യൂസ്ഫുൾ. NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്നു നോക്കുക, NCERTയുടെ കൂടെ ഇരുന്ന് വായിക്കുക. ബിക്കോസ് NCERT ഓറിയൻറ്റഡ് ആയിട്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നുണ്ടാവുക. സോ ഫസ്റ്റ് സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്ത് തീർത്ത സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അപ് ടു ഗാമറ്റോജനസിൻ്റെ മെയിൽ ഗാമറ്റോജനസിസ് വരെയുള്ള ഭാഗങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഭാഗങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് സെഷനിൽ വെച്ചിട്ടുണ്ട്. ഈ ലൈവ് കഴിഞ്ഞ ഉടനെ തന്നെ ഫസ്റ്റ് സെഷൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചോളാം. സോ യു ഹാവ് ടു വാച്ച് ദാറ്റ് ഫസ്റ്റ് സെഷൻ ബിഫോർ ദിസ് സെഷൻ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് ടോപ്പിക്സ് ഡയറക്ട്ലി. ആർ യു റെഡി? നിങ്ങൾ റെഡി ആണെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിന്ന് തരാമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനും കൊണ്ട് ഈ ടോപ്പിക്ക് തീർക്കാം. സോ ഗാമറ്റോജനസിസ്, സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ തീർത്തിട്ടുണ്ടായിരുന്നു ഇവിടം വരെ. ആൻഡ് ഓൾസോ ഈ ഒരു പാരഗ്രാഫ് കൂടി നമ്മളിതാ ഇവിടെ വരെയുള്ള സാധനങ്ങൾ വളരെ ഉഷാറായിട്ട് വളരെ ആക്റ്റീവായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ലൈവ് സെഷനിൽ എന്താണ് എന്നുള്ള കാര്യം വരെ നമ്മൾ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തീർത്തിട്ടുണ്ട്. സോ ഇന്ന് എനിക്ക് തുടങ്ങാനുള്ളത് വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദിസ് തിങ്. പേജ് നമ്പർ 48 we will be starting with the structure of sperm. and ഇന്നത്തെ സെഷൻ്റെ ഒരു ഹെഡിങ് കൂടി ഞാൻ പറഞ്ഞുതരാം. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് സെഷൻ. ഇനീഷ്യലി ഐ വിൽ ബി ഡിസ്കസിങ് സ്ട്രക്ചർ ഓഫ് സ്പേം. വളരെ സിമ്പിളാണ് സ്ട്രക്ചർ ഓഫ് സ്പേം നമ്മൾ ഡിസ്കസ് ചെയ്യും. ആൻഡ് വിൽ ബി ഗോയിങ് ടു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഫ്രം ദിസ് ചാപ്റ്റർ ദാറ്റ് ഇസ് നോൺ ആസ് oogenesis. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് സംശയം വരുന്ന നീറ്റ് 2023 ഷുവർ ഷോർട്ടായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വളരെ ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് oogenesis. ദെൻ വിൽ ബി ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺഫ്യൂസിങ് ടോപ്പിക് ദാറ്റ് ഇസ് മെൻസ്ട്രുവൽ സൈക്കിൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ദെൻ വിൽ be discussing about fertilization, and then we'll be discussing about the rest of the topic. like അഞ്ചാമത്തെ ടോപ്പിക്കാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഫൈനലി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് പ്ലാസെൻഡ ആൻഡ് പ്ലാസെൻഡൽ ഹോർമോൺസ് ആൻഡ് ഓൾ ദ ഡീറ്റെയിൽസ്. ആൻഡ് ഫൈനലി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ് ചൈൽഡ് ബർത്ത് ഓർ ഡെലിവറി. ഈ സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ ഇത്രയും ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുകയാണെങ്കിൽ നെക്സ്റ്റ് 1.5 hour ദാറ്റ് വിൽ ബി സോ യൂസ്ഫുൾ ഫോർ യു. വളരെ ഉഷാറായിട്ട് പോവുക. സോ നമ്മുടെ ഡോപ്പയുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ ഉഷാറായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. സോ മക്കളെ ഉറപ്പായിട്ടും പറഞ്ഞേ, എൻ്റെ കൂടെ നിന്നിട്ടൊന്ന് പറഞ്ഞേ, ആർ യു റെഡി ടു സ്റ്റാർട്ട്? നിങ്ങൾ റെഡി ആണോ എന്നുള്ള കാര്യം പറയേ. വളരെ സമാധാനപരമായിട്ട് വളരെ ഉഷാറായിട്ട് നിന്നിട്ട് വി വിൽ ബി ഡിസ്കസിങ് ദിസ് തിങ്. നിങ്ങൾ റെഡിയാണോ, നമുക്ക് തുടങ്ങിയാലോ എന്നുള്ള കാര്യം പറയേ. നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലൈവ് സ്ട്രീമിങ്ങിന് ലൈക്ക് ഇടുക എന്നുള്ളതാണ്. എനിക്കിപ്പോൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈവ് സ്ട്രീമിങ്ങിൽ ഇപ്പോൾ ലൈക്ക് ഇട്ട് തരണം. ദെൻ ഓൺലി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഡെഫിനറ്റ്ലി ദെൻ ഓൺലി ഇറ്റ് വിൽ ബി റീച്ചിങ്. ആൻഡ് നിങ്ങളുടെ കമ്മ്യൂണിറ്റി, നിങ്ങളുടെ സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ഉറപ്പായിട്ടും ഈ സാധനം ഷെയറും കൂടി ചെയ്തു തരണം. ദെൻ വി വിൽ ബി സ്റ്റാർട്ടിങ്. സോ പെട്ടെന്ന് പറഞ്ഞോ, ലൈക്ക് ഇട്ടു ആൻഡ് നിങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ള കാര്യം പറഞ്ഞോ. ആൻഡ് വി ആർ ഗോയിങ് to start the topic from here. നേരെ NCERT ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നേരെ തുടങ്ങുക. പേജ് നമ്പർ 48 we are going to start this thing. ഓക്കെ ആണോ? സോ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് എന്താണ്? സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സോ ഇവിടെ നോക്ക് കേട്ടോ, സ്പേമിന് എന്തൊക്കെ പാർട്സാണ് ഉള്ളതെന്ന് വെച്ചാൽ NCERTയിലൂടെ പറയുന്നുണ്ട്. സ്പേം ഈസ് ഹാവിങ് എ ഹെഡ്, നെക്ക്, മിഡിൽ പീസ് ആൻഡ് ടൈൽ. യു ക്യാൻ സീ ദാറ്റ് തിങ് റൈറ്റ്. സോ സ്പേമിന് എന്താ ഉള്ളത്? ഒരു ഹെഡ് ഉണ്ട്, ഒരു നെക്കുണ്ട്,
പിന്നെ എന്തുണ്ട്, ഒരു മിഡിൽ പീസ് ഉണ്ട്, പിന്നെ ഫൈനലി ദർ ഈസ് എ ടൈൽ ഉണ്ട്. സോ ദീസ് ആർ ദ പാർട്സ് ഓഫ് ദ സ്പേം. NCERT നമ്മുടെ പുസ്തകത്തിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് ദ സ്പേം. സോ ഉറപ്പായിട്ടും മനസ്സിലാക്കുക, ഹെഡ്, നെക്ക്, മിഡിൽ പീസ്, ടൈൽ, ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, എ പ്ലാസ്മ മെംബ്രെയിൻ എൻവലപ്സ് ഇൻ ദ ഹോൾ ബോഡി ഓഫ് ദ സ്പേം. ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് പ്ലാസ്മ മെംബ്രെയിൻ കാണുക എന്നുള്ള കാര്യം. സോ ആ ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ എങ്ങനെയായിരുന്നു, ഹെഡിൽ മാത്രം, അക്രോസോമിൽ മാത്രം, ടൈലിൽ മാത്രം എന്നായിരുന്നു. അങ്ങനെയല്ല, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. എല്ലായിടത്തും ടോട്ടൽ ഓൾ ടുഗദർ, ഞാൻ എന്താ നോക്കിക്കോട്ടോ, ദ പച്ച നിറത്തിൽ നിങ്ങൾക്ക് വരച്ച് തരുന്ന ഈ ഒരു സാധനം, ദിസ് ഈസ് ദ ടോട്ടൽ ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിൻ. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. പ്ലാസ്മ മെംബ്രെയിൻ എവിടെയൊക്കെ കവർ ചെയ്യുന്നുണ്ട് സ്പേമിൻ്റെ, ഓൾ ദ ബോഡി, ഹോൾ ബോഡി ഓഫ് ദ സ്പേമിനെ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യമാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദ സ്പേം ഹെഡ്. ഫസ്റ്റ് നമ്മൾ പോകുന്നത് സ്പേം ഹെഡിനെ പറ്റിയിട്ടാണ്. സോ മക്കളെ ഇവിടെ നോക്കിക്കോ, ഏതാ സ്പേം ഹെഡ് എന്ന് പറഞ്ഞാൽ, സോ ദിസ് റീജിയൻ, ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ റീജിയനാണ് സ്പേം ഹെഡ് എന്ന് വിളിക്കുക. സോ ആക്ച്വലി ഹെഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ സെൽ ബോഡി ഓഫ് ദ സ്പേം. നിങ്ങൾ മനസ്സിലാക്കണേ, ഇതാണ് സെൽ ബോഡി ഓഫ് ദ സ്പേം. ഒരു സെല്ലിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ യൂഷ്വലി ഉണ്ടാവും. ഞാനൊരു സെല്ല് വരയ്ക്കുകയാണെങ്കിൽ, സപ്പോസ് ഐ എം ഡ്രോയിങ് എ സെല്ല് വരയ്ക്കുകയാണെങ്കിൽ, സെല്ലിൻ്റെ ഉള്ളിൽ സൈറ്റോപ്ലാസം, അതിൻ്റെ ഉള്ളിലൊരു ന്യൂക്ലിയസ്, ബാക്കി ഓർഗൻ അല്ലേ, അങ്ങനെ പല പല സാധനങ്ങളിലാണ് ഒരു സാധാരണ ഒരു നോർമൽ സെൽ എന്ന് പറയുന്ന സാധനം. പക്ഷേ സ്പേമിൻ്റെ സെല്ല് കണ്ടോ, സ്പേമിൻ്റെ സെല്ലിനകത്ത് ഒരേ ഒരു സാധനമേ ഉള്ളൂ. വാട്ട് ഈസ് ദാറ്റ് തിങ്? ഓൺലി വൺ തിങ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ സ്പേം, ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ സ്പേമിന്. ആൻഡ് ഹാവ് യു സീയിങ് എനി സൈറ്റോപ്ലാസം ദെയർ? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. വെരി തിൻ റിം ഓഫ് കുറച്ച് സൈറ്റോപ്ലാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്പേമിൻ്റെ ബോഡിക്കകത്ത് ആക്ച്വലി യു ക്യാൻ സീ ദാറ്റ് തിങ്, ഇറ്റ് ഈസ് ഹാവിങ് എ ന്യൂക്ലിയസ് വിച്ച് ഈസ് കണ്ടെയ്നിങ് ക്രോമസോമൽ മെറ്റീരിയൽസ്. ഓക്കെ ആണോ? മനസ്സിലാവുണ്ടോ? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ക്രോമസോമൽ മെറ്റീരിയൽ ഉള്ള, അത് ഏത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലും ക്രോമസോമൽ മെറ്റീരിയൽ തന്നെയാണ്, അതുള്ള സാധനം മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഡു നോട്ട് ഹാവ് എനി സൈറ്റോപ്ലാസം. ആർക്കെങ്കിലും പറഞ്ഞു തരാമോ വൈ ദ സ്പേം ഈസ് നോട്ട് ഹാവിങ് എനി സൈറ്റോപ്ലാസം? അല്ലെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് തിങ്, സ്പേമിന് സാധാരണ ഒരു സ്പെല്ലിനുള്ള പോലെ തന്നെ എന്തില്ല, ദർ ഈസ് നോ സൈറ്റോപ്ലാസം. സീ ദാറ്റ് തിങ്, ദർ ഈസ് നോ സൈറ്റോപ്ലാസം, അല്ലെങ്കിൽ വെരി ലിറ്റിൽ സൈറ്റോപ്ലാസം. ആൻഡ് ദർ ഈസ് നോ ഓർഗനലൈസ്, മൾട്ടിപ്പിൾ ഓർഗനലൈസ് ഇല്ല. ക്യാൻ യു ടെൽ മീ വൈ ദിസ് സെൽ ഈസ് ഹാവിങ് നോ സൈറ്റോപ്ലാസം ഓർ നോ ഓർഗനലൈസ്? അല്ലേ, ആര് പറഞ്ഞു തരും? ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ബിക്കോസ് ഓവത്തിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് തന്നെ വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ടാവും. സോ ഇതിവിടെ പഠിച്ചോ, വൈ ദ സ്പേം ഈസ് ഹാവിങ് നോ സൈറ്റോപ്ലാസം, നോ ഓർഗനലൈസ്. ആരെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ? ബിക്കോസ് ദ സ്പേം ഈസ് എ ട്രാവലർ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ല ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാടാ മക്കളെ, ഓർത്ത് നോക്കിക്കേ, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് പോകുന്ന സാധനം ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ എത്രയൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എപ്പോഴൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ട്രാവൽ ചെയ്ത ഓരോ മൊമെൻറ്റ്സും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അടിപൊളി സാധനമായിരുന്നു. സോ അങ്ങനെ ഒരു ലോങ് ട്രാവലിൽ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീട്ടിലുള്ള കട്ടിലും ഫ്രിഡ്ജും അലമാരയും ഒക്കെ എടുത്തിട്ടാണോ ഞാൻ പോകുന്നത്? ആണോ? ഒരിക്കലും അല്ല. ഉറപ്പായിട്ടും എനിക്ക് ഫ്രിഡ്ജ് ആവശ്യമുണ്ട്. ഞാൻ കഴിക്കുന്ന ഭക്ഷണം ബാക്കി വന്നു കഴിഞ്ഞാൽ എടുത്തു വെക്കേണ്ടത് ഫ്രിഡ്ജിലാണ്. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജ് എടുത്ത് കൈ പിടിച്ചിട്ടാണോ ഞാൻ നേരെ എങ്ങോട്ട് പോകുന്നത്? ട്രാവലിന് പോകുന്നത്, ലോങ് ട്രാവൽ, അമേരിക്കയിലേക്ക്, എന്താ പറയുക, ഹിമാലയം കയറാൻ വേണ്ടി പോവാം. ഹിമാലയം കയറിയിട്ട് ഹിമാലയത്തിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് എടുത്തിട്ട് പോവോ? ഒരു കാരണവശാലും ഞാൻ ഫ്രിഡ്ജ് എടുക്കില്ല. കാരണം വൈ? ബിക്കോസ് ആ ഫ്രിഡ്ജ് അപ്പോൾ ചുവന്നുകൊണ്ട് പോകാന്നുള്ളത് എനിക്ക് ട്രാവലിന് വലിയ ഇൻകൺവീനിയൻസ് ആണ്. അതുപോലെ തന്നെയാണ് ദാ ഇവിടെ സ്പേമിൻ്റെ കാര്യത്തിൽ. സ്പേം ഈസ് എ ട്രാവലർ. സ്പേമിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. നമുക്കറിയാം, നമ്മുടെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് സ്പേമിന് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്തിട്ട് വേണം സ്പേമിന് ഫെർട്ടിലൈസേഷനും കാര്യങ്ങൾക്കും വേണ്ടി പോകാൻ വേണ്ടിയിട്ട്. സോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? മനസ്സിലാക്കുക, സ്പേം വിൽ നോട്ട് ക്യാരി എനി സൈറ്റോപ്ലാസം, എനി സെൽ ഓർഗൻ അല്ലേ. അതിന് അത്യാവശ്യമുള്ള ഒരേ ഒരു സാധനം, കാരണം അത് ഫെർട്ടിലൈസ് ചെയ്യുന്ന സമയത്ത് ഇത് അവിടെ ഓവത്തിന് കൊണ്ടുപോയി കൊടുക്കേണ്ടത് ഈ ന്യൂക്ലിയസ് മാത്രമാണ്. അതിനകത്തുള്ള ഇവിടെ NCERT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിനകത്തുള്ള ഈ ക്രോമസോമൽ മെറ്റീരിയൽ മാത്രമാണ് ഓവത്തിന് കൊടുക്കേണ്ട ആവശ്യം. ബാക്കി സാധനങ്ങളൊക്കെ ഓവം എടുത്തോളും. സെൽ ഓർഗനിലെയും സൈറ്റോപ്ലാസം ഒക്കെ ഓവത്തിൻ്റെ കയ്യിലുണ്ട്. സോ ഇവിടെ നിന്ന് ഇത് മാത്രം കൊണ്ടുപോയാൽ മതി. സോ ട്രാവൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മനസ്സിലാക്കുക, വളരെ സിമ്പിളായിട്ട് ട്രാവൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് സ്പേം ഈസ് ഹാവിങ് ഓൺലി സെൽ ബോഡി മാത്രം. മനസ്സിലാവുന്നുണ്ടോ? നോക്കിക്കോട്ടോ, ഇതവിടെ NCERT ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ദ സ്പേം ഹെഡ് കണ്ടെയ്ൻസ് എലോങ്ങേറ്റഡ് ഹാപ്ലോയിഡ് ന്യൂക്ലിയസ്. ആൻഡ് ഇതിനകത്ത് എന്തുണ്ട്? ഒരു അക്രോസോം ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഈ ന്യൂക്ലിയസ് മാത്രമേ ഉള്ളൂ, ദർ ഈസ് നോ അതർ തിങ്സ്. ഓക്കെ ആണോ? സോ ഇനി നോക്ക്, സ്പേമിൻ്റെ ഹെഡിലായിട്ട് ദർ ഈസ് ലൈക്ക് എ മിസൈൽ ലൈക്ക് തിങ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സ്പേം എങ്ങനെയാണ്? ഒരു മിസൈൽ പോലത്തെ സാധനമാണ്. എങ്ങനെയാണ് മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു നോ ദാറ്റ് തിങ്. മിസൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ആൻഡ് ഇതിൻ്റെ അറ്റത്തുണ്ടാവും, മിസൈലിൻ്റെ അറ്റത്തുണ്ടാവും, ദർ വിൽ ബി ഒരു കൂർത്ത ഒരു സാധനം അറ്റത്ത് വെച്ചിട്ടുണ്ടാവും. വാട്ട് ഈസ് ദിസ് തിങ്? ദിസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് എക്സ്പ്ലോസീവ്. മിസൈലിൻ്റെ അറ്റത്ത് വെച്ചിട്ടുള്ളത്. സോ മിസൈൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, മിസൈലിനകത്ത് രണ്ട് സെറ്റ് എക്സ്പ്ലോസീവ് ഉണ്ടാവും. ആദ്യത്തെ എക്സ്പ്ലോസീവ്, രണ്ടാമത്തെ എക്സ്പ്ലോസീവ്. സോ നേരെ മിസൈൽ ഇങ്ങനെ നമ്മൾ റോക്കറ്റ് ലോഞ്ചറിലൊക്കെ വെച്ചിട്ട് ലോഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ മിസൈൽ പോയിട്ട് അതിൻ്റെ ടാർഗറ്റിൽ ഒറ്റ കുത്തലാണ്. ആ കുത്തുമ്പോൾ തൊടണ സമയത്ത് ഞാൻ ഇതിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്ന ഈ റെഡ് കളറിൽ വെച്ചിരിക്കുന്ന എക്സ്പ്ലോസീവ് ആദ്യം അങ്ങ് പൊട്ടും.
ആ പൊട്ടുന്നതിൻ്റെ സൗണ്ട്, ആ പൊട്ടുന്നതിൻ്റെ ഹീറ്റ് വെച്ചിട്ടാണ് രണ്ടാമത്തെ ഈ വലിയ എക്സ്പ്ലോഷൻ നടക്കാൻ പോകുന്നത്, രണ്ടാമത്തെ എക്സ്പ്ലോഷൻ നടക്കാൻ പോകുന്നത്. സ്പേമിനും അതുപോലെ തന്നെയാണ്. സ്പേം നേരെ ടാർഗറ്റിൽ ഓവത്തിൽ പോയിട്ട് തറയ്ക്കുന്ന സമയത്ത് ഓവത്തിനെ തുറക്കാൻ വേണ്ടിയിട്ട് ദർ ഈസ് എ ക്യാപ്പ് വെച്ചിട്ടുണ്ട്. ദർ ഈസ് എ ക്യാപ്പ് ഹിയർ. ഈ ക്യാപ്പിൽ എന്താ ഉണ്ടാവുമെന്ന് വെച്ചാൽ ഓവത്തിൻ്റെ വാള് പൊട്ടിക്കാനുള്ള എൻസൈമാണ്. ഓവത്തിൻ്റെ വാള് പൊട്ടിക്കാനുള്ള എൻസൈമാണ്. സോ അങ്ങനെ വെച്ചിരിക്കുന്ന ക്യാപ്പിനെ വിളിക്കുന്ന പേരാണ് അക്രോസോം. മെനി ടൈംസ് പ്രീവിയസ് ടൈംസിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് അക്രോസോം എന്നുള്ള കാര്യം. സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കുക. സ്പേമിൻ്റെ ഹെഡിൽ എന്തുണ്ട്? ദർ ഈസ് ആൻ അക്രോസോം എന്ന് പറഞ്ഞ സാധനം അവിടെ വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഹാവിങ് എൻസൈംസ് ഫോർ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇറ്റ് ഈസ് ഹാവിങ് എൻസൈംസ്. എന്തിനുള്ള എൻസൈംസ് ആണ്? എൻസൈംസ് ഫോർ പെനിട്രേറ്റിംഗ് ഓവം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡിങ് പെനിട്രേറ്റിംഗ് ദ ഓവം. ഓവത്തിനെ പെനിട്രേറ്റ് ചെയ്യാനുള്ള എൻസൈംസ് ആണ് അവിടെ വെച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കും മക്കളെ, NCERT ടെക്സ്റ്റ് ബുക്ക് തുറന്ന് വെച്ചോ. ആൻഡ് NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ തന്നെ വേണം നിങ്ങൾ കാര്യങ്ങൾ ചെയ്തു പോകാൻ വേണ്ടിയിട്ട്. സോ നോക്കൂ, NCERT എഴുതിയിട്ടുണ്ട് ദ ആൻറ്റീരിയർ പോർഷൻ ഓഫ് വിച്ച് ഇസ് കവേർഡ് ബൈ എ ക്യാപ് ലൈക്ക് സ്ട്രക്ചർ കോൾഡ് അക്രോസോം. അക്രോസോമിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? എൻസൈംസ് ഉണ്ടെന്നുണ്ട്. യു ക്യാൻ സീ ദ അക്രോസോം ഈസ് ഫിൽഡ് വിത്ത് എൻസൈം ദാറ്റ് ഹെൽപ്പ് ഇൻ ഫെർട്ടിലൈസിങ് ദ ഓവം. ഓവം വാള് തുളച്ച് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള എൻസൈംസ് ആണ് അവിടെ വെച്ചിട്ടുണ്ടാവുക. ആർ യു അണ്ടർസ്റ്റാൻഡിങ് മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. ആൻഡ് വി ആർ കമ്മിങ് ടു ദ മിഡിൽ പീസ്. വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് ദ മിഡിൽ പീസ്? Can you see that thing? മിഡിൽ പീസ് കാണുന്ന സമയത്ത് യു ക്യാൻ സീ സംതിങ് ഹിയർ. ക്യാൻ യു സീ വാട്ട് ഈസ് ദിസ് തിങ്? ഇവിടെ എന്തോ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദിസ് തിങ്? ഇത് എന്താണ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, മിഡിൽ പീസ് ഈസ് ഹാവിങ് സംതിങ് ദാറ്റ് ഈസ് ഹാവിങ് നോൺ ആസ് വാട്ട്സ് മൈറ്റോകോൺട്രിയ. യു ക്യാൻ സീ ദാറ്റ് തിങ്. ദ മിഡിൽ പീസ് പോസസ് ന്യൂമറസ് മൈറ്റോകോൺട്രിയ. ഒരു മൈറ്റോകോൺട്രിയ അല്ല, മൾട്ടിപ്പിൾ മൈറ്റോകോൺട്രിയാസ് വെച്ചിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് പ്രീവിയസ്ലി ദിസ് ഈസ് എ റിബൺ ഷേപ്ഡ് മൈറ്റോകോൺട്രിയ. നിങ്ങൾ പണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്ത് ഷേപ്പാണ് ഇവിടുത്തെ മൈറ്റോകോൺട്രിയ? മൈറ്റോകോൺട്രിയ ഈസ് എ റിബൺ ഷേപ്ഡ് മൈറ്റോകോൺട്രിയ ഇൻസൈഡ് ദ സ്പേം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഉണ്ടാവുക മൈറ്റോകോൺട്രിയ വെച്ചിട്ടുള്ളത്? യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇറ്റ് ഈസ് എ എനർജി സോഴ്സ് ഫോർ സ്വിമ്മിങ്. നമുക്കറിയാം സ്പേമിന് ഒരുപാട് ട്രാവൽ ചെയ്യാനുണ്ട്. ട്രാവൽ ചെയ്യണം എങ്ങനെയാണ്? നീന്തി ടൈലിട്ട് ബീറ്റ് ചെയ്ത് നീന്തിയാണ് സ്പേം മുന്നോട്ട് പോകുന്നുണ്ടാവുക. സോ ആ സമയത്ത് എനർജി സോഴ്സിന് വേണ്ടിയിട്ടാണ് ഈ സാധനം വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഈ കാര്യം നോക്കുക, ഈ സാധനത്തിൽ എന്താ ചെയ്യുന്നുണ്ടാവുക? വിച്ച് പ്രൊഡ്യൂസസ് എനർജി ഫോർ ദ മൂവ്മെന്റ് ഓഫ് ദ ടൈൽ ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ സ്പേം മോട്ടിലിറ്റി. ഇതാണ് സാധനം ഉണ്ടാവുക. ഇനി നോക്ക്, ഒരു ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് എ വെരി സിമ്പിൾ പോർഷൻ, പെട്ടെന്ന് കവർ ചെയ്യാം. 200 to 300 മില്യൺ സ്പേംസ് ആണ് ഒരു തവണ ഒരു ഹ്യൂമൻ മെയിൽ പുറത്തേക്ക് വിടുന്നുണ്ടാവുക. ഒരു കൊയിറ്റസിൽ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരു ഹ്യൂമൻ മെയിലിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എത്രയാണ്? 200 to 300 മില്യൺ സ്പേംസ് ആണ് പുറത്തേക്ക് വരുന്നുണ്ടാവുക. അതിനകത്ത് നോർമൽ ഫെർട്ടിലിറ്റി കിട്ടണമെങ്കിൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ് മക്കളെ കേട്ടോ, അതിൽ നോർമൽ ഫെർട്ടിലിറ്റി കിട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 60% ഓഫ് ദ സ്പേം എന്താവണം? നോർമൽ സൈസും ഷേപ്പ് ആവണം. 40% എന്ത് ചെയ്യണം? വിഗറസ് മോട്ടിലിറ്റി കാണിക്കണം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. 60% എന്തായിരിക്കണം? നോർമൽ സൈസ് ആൻഡ് ഷേപ്പ് ആയിരിക്കണം. 40% ഷുഡ് ഷോ ദ വിഗറസ് മോട്ടിലിറ്റി. ഭയങ്കര ഹൈ മോട്ടിലിറ്റി കാണിക്കണം എന്നുള്ളതാണ്. സോ ഇതും പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ചെറിയ പാരഗ്രാഫാണ്, എളുപ്പമുള്ള പാരഗ്രാഫാണ്. പഠിച്ചു വെച്ചാൽ ഷുവർ ഷോർട്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസ് ആണ്. നിർബന്ധമായിട്ട് നിങ്ങളത് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ നോക്കിക്കോട്ടോ, ഈ സ്പേം നമുക്കറിയാൻ പറ്റും സ്പേം ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ് സ്പേം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് വരുന്ന സാധനങ്ങൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ആക്സസറി ഡക്റ്റുകളാണ്. ഏതൊക്കെ ആക്സസറി ഡക്റ്റ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സെമിനിഫറസ് ട്യൂബ്യൂളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് വാസ എഫ്രൻഷ്യ വഴിയിട്ടാണ് വരുന്നത്. ഇൻ ടു ദ എപ്പിഡിഡിമിസിലേക്കാണ് വരുന്നത്. ഫ്രം ദ വാസ് ഡിഫറൻസ് വഴിയിട്ടാണ് പോകുന്നത് എന്നുള്ള കഥ നമ്മൾ കഴിഞ്ഞതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇത് എങ്ങോട്ടേക്ക് വരിക? സ്റ്റോർസ് ആൻഡ് are transported by the accessory duct. ആൻഡ് ഇവിടെ കണ്ടോട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. സെക്രീഷൻസ് ഓഫ് എപ്പിഡിഡിമിസ്, വാസ് ഡിഫറൻസ് ആൻഡ് സെമിനൽ വെസിക്കിൾ ആൻഡ് പ്രോസ്റ്റേറ്റ് ആർ എസെൻഷ്യൽ ഫോർ മെച്ചുറേഷൻ ആൻഡ് മോട്ടിലിറ്റി ഓഫ് ദ സ്പേംസ്. വേറെ ഒരു സ്ഥലത്തും പറയാത്ത കാര്യങ്ങളാണ് കേട്ടോ. സ്പേമിൻ്റെ മെച്ചുറേഷനും സ്പേമിൻ്റെ മോട്ടിലിറ്റിക്കും വേണ്ടിയിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ട് ആരുടെയൊക്കെ വേണം? ഇതിനകത്ത് എപ്പിഡിഡിമിസിൻ്റെയും, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ദാറ്റ് ഈസ് റെട്ടെ ടെസ്റ്റിസും വാസ എഫ്രൻഷ്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിഡിഡിമിസിൻ്റെയും വാസ് ഡിഫറൻസിൻ്റെയും സെമിനൽ വെസിക്കിളിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും സെക്രീഷൻസ് വളരെ എസെൻഷ്യൽ ആണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ആൻഡ് സെമിനൽ പ്ലാസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാൻഡിൻ്റെ സെക്രീഷൻസ് ആണ്. അതെല്ലാം കൂടി ചേർത്തിട്ട് അതിന് സ്പേം എന്നാണ് വിളിക്കുക. ഫംഗ്ഷൻസ് ഓഫ് ദ മെയിൽ ആക്സസറി ഡക്ട് ആൻഡ് ഗ്ലാൻഡ്സ് ആർ മെയിൻറ്റൈൻ ബൈ ദ ടെസ്റ്റിക്കുലർ ഹോർമോൺസ് കോൾഡ് ആൻഡ്രോജൻസ്. നമുക്കറിയാം ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ലേഡിക് സെൽസ് ആണെന്ന് പറയാം. സോ അതോട് കൂടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ബാക്കി വെച്ച മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കഴിഞ്ഞിട്ട് വി ആർ ഗോയിങ് ടു ദാറ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്. നീറ്റ് 2023 ഉറപ്പായിട്ട് ചോദിക്കാൻ പോകുന്ന ടോപ്പിക്കാണ്. ദാറ്റ് ഈസ്
ഈസ് നോൺ ആസ് oogenesis ആൻഡ് അടുത്ത ടോപ്പിക് ദാറ്റ് ഈസ് മെൻസ്ട്രൽ സൈക്കിൾ എന്നുള്ള കാര്യം. സോ മക്കളെ oogenesis അറിയണമെങ്കിൽ, oogenesis പഠിക്കണമെങ്കിൽ ദാ ഇവിടെ മുതൽ ഈ ക്ലാസ് സൂക്ഷിച്ച് കേട്ടോളൂ. ഉറപ്പായിട്ടും നീറ്റ് 2023 ചോദിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. നീറ്റ് 2023 മാത്രമല്ല, എവിടെയൊക്കെ നീറ്റ് നടന്നിട്ടുണ്ടോ, ഈ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ ആരൊക്കെ ഇട്ടിട്ടുണ്ടോ, എവിടെയൊക്കെ വന്നിട്ടുണ്ടോ, ഉറപ്പായിട്ടും 100% ഉറപ്പായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് oogenesis. oogenesis എന്ന് പറയുന്ന സാധനം എന്താണ് എന്നുള്ള കാര്യം ഉറപ്പായിട്ടും ചോദിക്കും. സോ മാക്സിമം പവറിൽ മാക്സിമം ഉഷാറായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയോ. സോ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് നമുക്ക് പോവാം. സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ oogenesis. ഞാൻ എല്ലാ ചാപ്റ്ററും ചെയ്യും കേട്ടോ. ഓൾ ദ ചാപ്റ്റേഴ്സ് വിൽ ബി അവൈലബിൾ ഹിയർ. സോ അടുത്തൊരു 23-ാം തീയതി ആകുമ്പോഴത്തേക്കും നമ്മുടെ കോംബി റൂമിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും, ഓർഗാനിക് കെമിസ്ട്രിയും ബയോളജിയും ഫിസിക്സും അടക്കമുള്ള മുഴുവൻ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവും. എല്ലാ ദിവസത്തിലും 3 കോംബി സെഷൻ വീതമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു കോംബി സെഷൻ ഏർലി നൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും, ഈവനിങ് ഒരു 7:45-ന്. രണ്ടാമത്തത് രാത്രി 10 o'clock-നാണ്. മറ്റേത് രാവിലെ 6:00 അല്ലെങ്കിൽ 6 മണിക്കായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. സോ ഉഷാറായിട്ട് നമുക്ക് ചെയ്യാം. ബയോളജിയിലല്ല, എല്ലാ ചാപ്റ്ററിലും, ഫിസിക്സിലും കെമിസ്ട്രിയിലും ഓർഗാനിക് കെമിസ്ട്രിയും ഇനോർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രി അടക്കമുള്ള എല്ലാത്തിനും കോംബി റൂംസ് ഉണ്ടാവും. സോ ഡെഫിനറ്റ്ലി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നോട്ട് പോവുക. വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് oogenesis. ക്ലിയർ ആണോ മക്കളെ? സോ നോക്കിക്കോട്ടോ. NCERT ടെക്സ്റ്റ് ബുക്ക് അങ്ങ് എടുത്തു വെച്ചോ, ഇത് വെച്ചിട്ട് പഠിച്ചാൽ മതി. കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സാർമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് NCERT വായിക്കല്ലേ വളിപ്പാവുന്ന. അല്ല, NCERT ഈസ് എ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് അവൈലബിൾ ഫോർ ബയോളജി അറ്റ് 12th level. 12th level അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ടെക്സ്റ്റ് ബുക്ക്. ആൻഡ് നീറ്റിന് 100% ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് മാത്രമാണ് ഉണ്ടാവുക. സോ ഉറപ്പായിട്ടും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നുണ്ടാവും. വേറെ ഒരു സാധനവും നോക്കണ്ട, NCERT മാത്രം നോക്കുക കേട്ടോ. സോ ഇവിടെ നോക്കിക്കോ, ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെച്വർ ഫീമെയിൽ ഗാമേറ്റ് ഈസ് കോൾഡ് oogenesis. oogenesis എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗാമേറ്റ് അല്ലെങ്കിൽ ഓവം. ഫീമെയിൽ ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവം ഫോം ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുക. ഇറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം സ്പെർമാറ്റോജനസിസ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഇവിടെ കേട്ടോ, സോ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതാ, അതിൻ്റെ ഡിഫറൻസുകളും കാര്യങ്ങളുമാണ് പറയാൻ പോകുന്നത്. സോ ലെറ്റ് മീ ഡ്രോ. അത് കഴിഞ്ഞിട്ട് വി വിൽ ബി ഡിസ്കസിങ് ദിസ് തിങ് one by one. സോ ദ oogenesis is starting from the oogonia. You know that thing like spermatogonia. oogenesis is starting from oogonia. സോ അതൊന്ന് കമ്പയർ ചെയ്ത് പഠിച്ചാലോ ആദ്യം തന്നെ. നമുക്ക് ആദ്യം ഐ വിൽ ബി ഡ്രോയിങ് ദ സ്പെർമാറ്റോജനസിസ് ഫസ്റ്റ് ദർ വാസ് സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരുന്നു. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരുന്നു. സ്പെർമാറ്റോജനസിസ്. സ്പെർമാറ്റോഗോണിയ ഇസ് ലൈക്ക് എനി അതർ സെൽ. ദിസ് ഈസ് എ ഡിപ്ലോയിഡ് സെൽസ് ആയിരുന്നു. ആൻഡ് സ്പെർമാറ്റോഗോണിയ വിൽ ബി അണ്ടർഗോയിങ് ദ ഡിവിഷൻ മൈറ്റോസിസ്. വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് മിയോസിസ്. സീ ദാറ്റ് തിങ്. സ്പെർമാറ്റോഗോണിയ അണ്ടർഗോ ചെയ്യുന്ന ഡിവിഷൻ മൈറ്റോസിസ് ആണ്. അത് സെല്ലിൻ്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് സ്പെർമാറ്റോഗോണിയ വിൽ ബി ഗ്രാജുവലി അണ്ടർഗോയിങ് മെച്ചുറേഷൻ. എന്താണ് മെച്ചുറേഷൻ നടക്കും. മെച്ചുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് ടെക്നിക്കലി വിളിക്കുന്ന ഒരു വാക്കുണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് ഡിഫറൻസിയേഷൻ. നിങ്ങൾ എവിടെയെങ്കിലും ഡിഫറൻസിയേഷൻ എന്നൊരു വാക്കാണെന്നുണ്ടെങ്കിൽ യു ഹൗ ടു സ്റ്റഡി, യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് മെച്ചുറേഷൻ. നമ്മൾ എവിടെയാണ് പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിലുണ്ട് ഡിഫറൻസിയേഷൻ, ഡിഫറൻസിയേഷൻ, റീഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞ 3 വാക്കുകൾ. സോ ദാറ്റ് ഈസ് ഇൻഡിക്കേറ്റിംഗ് മെച്ചുറേഷൻ ഓഫ് എ സെൽ. അത്രേ ഉള്ളൂ. അത് മെച്ചുറേഷൻ ഓഫ് എ സെൽ എന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. സോ ഈ സ്പെർമാറ്റോഗോണിയ വെൻ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് മെച്ചുറേഷൻ, മക്കളെ മനസ്സിലാക്ക്, സ്പെർമാറ്റോഗോണിയ മെച്ചുറേഷൻ നടക്കുന്ന സമയത്ത് ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ദാറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഒന്നാമത്തെ സെല്ലാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് തിങ്, അവിടെ മിയോസിസ് നടന്നിട്ടില്ല. സോ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഈസ് ഓൾസോ എ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് സെല്ലുള്ള ഒരു സാധനമാണ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ആൻഡ് ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റിന് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ ബി അണ്ടർഗോയിങ് ദ മിയോസിസ് 1. നമുക്കറിയാം മിയോസിസ് 1 കഴിയുമ്പോൾ ദർ വിൽ ബി 2 cells വിൽ ബി പ്രൊഡ്യൂസ്ഡ്. ഈ 2 സെല്ലിനെയും വിളിക്കുന്ന പേരെന്താ? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. 2 സെല്ലിനെയും വിളിക്കുന്ന പേരെന്താണ്? സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്നാണ്. സോ 2 സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റുകൾ ഇവിടെ ഉണ്ടാവും. ആ 2 സെല്ലുകളും എന്ത് സെല്ലുകളാണ്? ഹാപ്ലോയിഡ് സെല്ലുകളാണ്. സോ ഇത് നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. ഇനി ഓരോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിനും എന്ത് നടക്കും? മിയോസിസ് 2 നടക്കും. ഇവിടെ ഒരു മിയോസിസ് 2 നടക്കും. ഇവിടെയും എന്ത് നടക്കും? ഒരു മിയോസിസ് 2 നടക്കും. ആൻഡ് ദാറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് 4 ഡിഫറെൻറ്റ് കുഞ്ഞു സെൽസുകൾ ഉണ്ടാക്കും. 4 കുഞ്ഞു സെൽസിനെ ഉണ്ടാക്കും. ഈ 4 സെൽസിനെയും കൂടി വിളിക്കുന്ന പേരാണെന്ത്? സ്പെർമാറ്റിഡുകൾ എന്ന് വിളിക്കും. ഓരോ സെല്ലിനെയും വിളിക്കുന്ന പേരെന്താണ്? സ്പെർമാറ്റിഡ് എന്ന് വിളിക്കും. ആൻഡ് ദിസ് സ്പെർമാറ്റിഡ് വിൽ അണ്ടർഗോ മെച്ചുറേഷൻ ടു ഫോം യുവർ മെച്ചുവർ സ്പേം. മെച്ചുവർ സ്പേം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സ്പെർമാറ്റിഡ് ഈസ് അണ്ടർഗോയിങ് മെച്ചുറേഷൻ ടു ഫോം ദ മെച്ചുവർ സ്പേം. മെച്ചുവർ സ്പേം ഇങ്ങനെയാണ് ഉണ്ടായി വരുന്നുണ്ടാവുക. സോ യു ഓൾറെഡി നോ ദാറ്റ് തിങ്. സപ്പോസ് ഇഫ് യു നോ ദിസ് തിങ് ആൻഡ് വാട്ട് ഈസ് ദിസ് പ്രോസസ്? ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് spermatogenesis. So here comes the biggest trick.
ഇത് പഠിക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. സ്പെർമാറ്റോജനസിസ് ഇതാണെങ്കിൽ ആൻഡ് നൗ യു ഹാവ് ടു സ്റ്റഡി വാട്ട് ഈസ് oogenesis. സോ എളുപ്പത്തിൽ, വളരെ എളുപ്പത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഞാൻ കണ്ടുപിടിച്ച് തരാം. സോ ഹൗ ടു കൺവേർട്ട് സ്പെർമാറ്റോജനസിസ് ടു oogenesis, ഇത്രയേ ഉള്ളൂ. ഹൗ ടു കൺവേർട്ട് സ്പെർമാറ്റോജനസിസ് ടു oogenesis. നോക്കിക്കോ, ഈ സ്പെർമാറ്റോ എന്നുള്ള വാക്ക് വെട്ടുക, പകരം നിങ്ങൾ അവിടെ എന്താ ആഡ് ചെയ്യുക, ഊന്ന് ആഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. സിമ്പിൾ. സ്പെർമാറ്റോ വെട്ടി കളഞ്ഞിട്ട് 2 O ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പെർമാറ്റോജനസിസ് oogenesis ആവും. സോ അത്രയും മാത്രം മനസ്സിലാക്കിക്കേ. സോ സ്പെർമാറ്റോജനസിസ് oogenesis ആക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കോ, ആദ്യത്തെ സെല്ല് സ്പെർമാറ്റോഗോണിയ, അത് ഞാൻ വെട്ടിയിട്ട് ഐ വിൽ ബി ആഡിങ് ഊ. സോ ഫസ്റ്റത്തെ സെല്ലിൻ്റെ പേര് ദാറ്റ് സെൽ ഈസ് നോൺ ആസ് വാട്ട്, ഊഗോണിയ. സിംപ്ലി നോക്ക് മക്കളെ, ഫസ്റ്റ് സെല്ലിൻ്റെ പേര് ഊഗോണിയ. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു ഊഗോണിയ? ഒരുപാട് ആലോചിക്കേണ്ട, ഇവിടെ നടക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്. ഊഗോണിയ വിൽ അണ്ടർഗോ മൈറ്റോസിസ് ടു ഇൻക്രീസ് ഇറ്റ്സ് നമ്പർ. ഇത്രയും മാത്രമല്ല കേട്ടോ, ദിസ് ഇസ് ബേസിക് സ്ട്രക്ചറാണ്. ഇത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ എളുപ്പമായിരിക്കും. എന്താ പറയുക, ഊഗോണിയ വിൽ അണ്ടർഗോ മൈറ്റോസിസ് ടു ഇൻക്രീസ് ഇൻ നമ്പർ ആൻഡ് ഊഗോണിയ വിൽ അണ്ടർഗോ മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ. സീ ദാറ്റ് തിങ്, മെച്ചുറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ അല്ല, മെച്ചുറേഷൻ്റെ വേറെ വാക്കാണെന്ത്, ഡിഫറൻസിയേഷൻ എന്നൊരു വാക്കുണ്ടാവും. സോ ദ ഊഗോണിയ വിൽ ഡിഫറൻഷിയേറ്റ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്ന് ഞാൻ വെട്ടിയിട്ട് ഊ ആക്കി കഴിഞ്ഞാൽ ഐ വിൽ ബി ഗിവിംഗ് ലൈക്ക് പ്രൈമറി ഊസൈറ്റ് കിട്ടുന്നുണ്ടാവും. ആൻഡ് വാട്ട് ഈസ് ദ പ്ലോയിഡിറ്റി ഓഫ് ദ സെൽ? യു സിംപ്ലി സീ ദാറ്റ് തിങ്, ഇത് 2n ആണ്. സോ ഡെഫിനറ്റ്ലി സ്പെർമാറ്റോഗോണിയ 2n ആണെങ്കിൽ ഊഗോണിയ ഈസ് ഓൾസോ 2n, ഡിപ്ലോയിഡ് ആണ്. ദ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് 2n ആണെങ്കിൽ പ്രൈമറി ഊസൈറ്റും 2n ആണ്. എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ഡയറക്ട്ലി കമ്പയർ ചെയ്തോ, യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. മനസ്സിലാവുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കൺഫ്യൂഷനും വേണ്ട. ദിസ് ഈസ് 2n. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ ടു പ്രൈമറി ഊസൈറ്റ്? സീ ദാറ്റ് തിങ്, പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ഈസ് അണ്ടർഗോയിങ് മിയോസിസ് 1. സോ പ്രൈമറി ഊസൈറ്റ് ഈസ് ഓൾസോ അണ്ടർഗോയിങ് ദ മിയോസിസ് 1. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിയോസിസ് 1 ആണ്. ആൻഡ് മിയോസിസ് 1 ഉണ്ടായി കഴിഞ്ഞാൽ how many cells it will be producing? It will be producing 2 cells. It will be producing 2 cells. ഒരു സെല്ലിൻ്റെ പേരെന്താണ്? ഇവിടെ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് ആണ്. ഞാനിതിൻ്റെ സ്പെർമാറ്റോ വെട്ടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വൺ സെൽ ഈസ് നോൺ ആസ് സെക്കൻഡറി ഊസൈറ്റ്. വൺ സെൽ ഈസ് നോൺ ആസ് വാട്ട്? സെക്കൻഡറി ഊസൈറ്റ്. ആൻഡ് അടുത്ത സെല്ല് ഒരു ഡിഫറൻറ്റ് സെല്ലാണ്. ദാറ്റ് വി വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, ഞാനത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടുത്തെ കണ്ടിന്യൂസ്ലി ഇതിൻ്റെ കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടി പറഞ്ഞോ. സോ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് വാസ് എ ഹാപ്ലോയിഡ് സെൽ. സോ സെക്കൻഡറി ഊസൈറ്റ് ഈസ് ഓൾസോ എ ഹാപ്ലോയിഡ് സെൽ. വളരെ എളുപ്പമാണ്. ഇനി സെക്കൻഡറി ഊസൈറ്റിന് അല്ലെങ്കിൽ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് M2 ആണ് നടന്നുകൊണ്ടത്. സോ സെക്കൻഡറി ഊസൈറ്റ് വിൽ ബി ഓൾസോ അണ്ടർഗോയിങ് M2 ഡിവിഷൻ. ഇറ്റ് വിൽ പ്രൊഡ്യൂസ് 2 സെൽസ്. ആ സെല്ലിൻ്റെ പേര് ഇവിടെ സ്പെർമാറ്റിഡ് എന്നായിരുന്നെങ്കിൽ നോക്കിക്കോ, ഇവിടെ ഇതിൻ്റെ പേര് ഊറ്റിഡ് എന്നാണ്. ആൻഡ് ഊറ്റിഡ് ഈസ് ഓൾസോ എ haploid cell and the oocyte will undergo maturation to form ovum. See that thing, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ അതിന് ഓരോ സെല്ലിൻ്റെ പേരും അതിൻ്റെ പ്ലോയിഡിറ്റിയും അതിന് നടക്കുന്ന ആക്ഷൻസും നമ്മൾ വളരെ സിമ്പിളായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കിക്കേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കൺഫ്യൂഷനും കൺഫ്യൂസ് ചെയ്യണ്ട. ആൻഡ് ഇവിടെ ഒരു സാധനമുണ്ട്. See that thing, after M1 division, after this M1 division, primary oocyte will give rise to 2 secondary oocyte. ആൻഡ് ഇവിടെ ഒരു സെക്കൻഡറി യൂസൈറ്റിൻ്റെ കൂടെ ഉണ്ടാകുന്നത് ഒരു കുഞ്ഞു സെല്ലാണ്. ഇതോ ഇവിടെ കണ്ടോട്ടോ, ഞാൻ തൊട്ട് മുന്നേ സ്പേമിൻ്റെ സ്ട്രക്ചർ പറഞ്ഞ് നിർത്തിയെടുത്തുനിന്നാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു, തൊട്ട് മുന്നേ സ്പേമിൻ്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു സ്പേമിൻ്റെ സെൽ ബോഡി ഡു നോട്ട് ഹാവ് എനി സൈറ്റോപ്ലാസം ആൻഡ് ഓർഗനലൈസ്. സ്പേം സെൽ ബോഡി ഡു നോട്ട് ഹാവ് എനി സൈറ്റോപ്ലാസം. അപ്പോൾ സ്പേം, അതായത് ഒരു വീട്ടിലേക്ക് അച്ഛൻ എന്ന് പറഞ്ഞാൽ സ്പേം അല്ലേ, സ്പേം കടന്നു വരുന്നത് കയ്യിലൊന്നും ഇല്ലാതെയാണ്. അച്ഛൻ്റെ കയ്യിൽ സൈറ്റോപ്ലാസോ ഇല്ല, ഓർഗനലേ ഇല്ല. അച്ഛൻ ആകെ ഒരു ന്യൂക്ലിയസും പിടിച്ചിട്ടാണ് സ്പേം കടന്നു വരുന്നത്. അതുകൊണ്ട് അമ്മ എന്ത് ചെയ്യണം? അമ്മ ഷുഡ് ഹാവ് ഓൾ ദ ന്യൂക്ലിയസ് ആൻഡ് സൈറ്റോപ്ലാസം ഫോർ ദ ഫ്യൂച്ചർ എംബ്രിയോ. ഫ്യൂച്ചറിൽ വരുന്ന സൈഗോട്ടിന് വേണ്ടിയിട്ട് അമ്മയുടെ കയ്യിൽ എല്ലാ സാധനവും വേണം. അതുകൊണ്ട് സെക്കൻഡറി യൂസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സെൽ വിൽ ബി എ ബിഗ്ഗർ സെൽ ആൻഡ് ഇറ്റ് വിൽ ബി ഹാവിങ് ഓൾ ദ സൈറ്റോപ്ലാസം ആൻഡ് ഓൾ ദ ഓർഗനല ഇൻസൈഡ് ദാറ്റ് തിങ്. ആൻഡ് മറ്റേ സെല്ലിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ പുച്ഛിക്കും, വളരെ കുഞ്ഞൻ സെല്ല് വിത്തൗട്ട് എനി സൈറ്റോപ്ലാസം എനി ഓർഗനലെ, വളരെ കുഞ്ഞു സെല്ലുണ്ടാവും. ഈ സെല്ല് ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള കുഞ്ഞു സെല്ലാണ്. ഇതിനെ വിളിക്കുന്ന പേര് പോളാർ ബോഡി എന്നാണ് വിളിക്കുക. ഈ പോളാർ ബോഡി ആദ്യമായിട്ട് M1 ഡിവിഷനിൽ ആദ്യം ഉണ്ടായ പോളാർ ബോഡി ആയതുകൊണ്ട് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ഫസ്റ്റ് പോളാർ ബോഡി. ആർ യു അണ്ടർസ്റ്റാൻഡിങ് വൈ ദ ഡിവിഷൻ ഈസ് അൺഈക്വൽ? എന്തുകൊണ്ടാണ് ഈ ഡിവിഷൻ അൺഈക്വൽ ആയത്? M1 ഡിവിഷൻ അൺഈക്വൽ ആയത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഈ M1 ഡിവിഷൻ അൺഈക്വൽ ആവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേമിൻ്റെ കയ്യിൽ എന്തില്ല? സൈറ്റോപ്ലാസം ഇല്ല, ഓർഗനല ഇല്ല. അതുകൊണ്ട് ഓവത്തിൻ്റെ കയ്യിൽ എന്ത് വേണം? സൈറ്റോപ്ലാസം വേണം, ഓർഗനല വേണം. ഈക്വൽ ആണെങ്കിൽ പകുതി സൈറ്റോപ്ലാസം ഇവന് കൊടുക്കേണ്ടി വരും. ഇവന് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അൺഈക്വൽ ആയിട്ട് ഒരു വലിയ സെക്കൻഡറി യൂസൈറ്റും
ഒരു കുഞ്ഞി പോളാർ ബോഡി ഉണ്ടാക്കി. ഒരു വലിയ സെക്കൻഡറി യൂസൈറ്റും ഒരു കുഞ്ഞി പോളാർ ബോഡി ഉണ്ടാക്കലാണ് ഇവർ ചെയ്ത കാര്യം. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഈ സാധനം മനസ്സിലായോ? ആർ യു ഗെറ്റിംഗ് ദിസ് ഐഡിയ? സോ ദർ ഈസ് ലോജിക് ബിഹൈൻഡ് എവറിത്തിങ്. എനിക്കറിയാം ഏത് ഫാക്കൽറ്റി പഠിപ്പിച്ചെന്നാലും ഈ സാധനം നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല, നിങ്ങളത് കാണാതെ പഠിക്കേണ്ടി വന്ന ഒരു സാധനമാണ്. സോ ഉറപ്പായിട്ടും ഈ കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു സെക്കൻഡറി യൂസൈറ്റ്? നോക്കിക്കോ മക്കളെ, സെക്കൻഡറി യൂസൈറ്റിന് M2 ഡിവിഷൻ നടക്കണം. ആൻഡ് ഫൈനലി ഇറ്റ് ഷുഡ് ഫോം ദ ഓവം. ആൻഡ് ഓവത്തിന് എന്ത് വേണം? ഓവം ഷുഡ് ഹാവ് വലിയ സൈറ്റോപ്ലാസവും ആൻഡ് ഓൾ ദ ഓർഗനലും വേണം. സോ M2 ഡിവിഷനിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ സെല്ലും കുഞ്ഞൻ സെല്ലായിരിക്കും. ദിസ് ഈസ് ഓൾസോ എ ഹാപ്ലോയിഡ് സെൽ. ഇതിനെ വിളിക്കുന്ന പേര് സെക്കൻഡ് പോളാർ ബോഡി എന്നാണ്. രണ്ടാമതുണ്ടായ പോളാർ ബോഡി സെക്കൻഡ് പോളാർ ബോഡി എന്നാണ് വിളിക്കുക. ആൻഡ് വൈ ദ സെക്കൻഡ് പോളാർ ബോഡി ഈസ് ഒക്കറിങ് ഹിയർ? നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് നമ്മുടെ ഈ പറയുന്ന ഊജനസിനകത്തുള്ള M1 M2 ഡിവിഷൻസ് അൺഈക്വൽ. വൈ ദ M1 and M2 divisions of the oogenesis is unequal? Because the future ovum needs all the cytoplasm and organelle. എന്തുകൊണ്ടാണ് ഓവത്തിന് all the cytoplasm and organelle വേണ്ടത്? ബിക്കോസ് ഞാനിവിടെ പറഞ്ഞു സ്പേമിന് എന്തില്ല? സൈറ്റോപ്ലാസം ഇല്ല, ഓർഗനല്ലേ ഇല്ല. സോ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടിച്ചേർന്ന ആൾക്ക് അല്ലെങ്കിൽ സൈഗോട്ട് ഉണ്ടാകുന്ന സമയത്ത് സൈഗോട്ടിന് സൈറ്റോപ്ലാസം വേണം, ഓർഗനല്ലേ വേണം. ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം? ഈ സാധനം ചെയ്തിരിക്കണം. ക്ലിയർ? ആർ യു അണ്ടർസ്റ്റാൻഡിങ്? മനസ്സിലാവുണ്ടോ നോക്കിയാൽ? മനസ്സിലാവുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സപ്പോർട്ട് തന്നെ കമൻറ്റ് ബോക്സിൽ മനസ്സിലായി, ക്ലിയർ ആയി എന്നുള്ള കാര്യം. ദെൻ യു വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ബെറ്റർ. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ ദ പ്രോസസ് വളരെ സിമ്പിളായിട്ട് ഒരു പ്രാവശ്യം കൂടി പറഞ്ഞുതരാം. ദർ വാസ് ദ ഓവം മദർ സെൽ ഓർ നോൺ ആസ് ഊഗോണിയ, എ ഡിപ്ലോയിഡ് സെൽ ആയിരുന്നു. ദാറ്റ് വാസ് അണ്ടർഗോയിങ് മൈറ്റോസിസ് ടു ഇൻക്രീസ് ദ നമ്പർ ആൻഡ് ഇറ്റ് ഈസ് അണ്ടർഗോയിങ് ദ ഡിഫറൻസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടിംഗ് ടു പ്രൈമറി oocyte. That is also a diploid cell that is undergoing the M1 division. That is an unequal division. It is producing a large cell called secondary oocyte and a very small cell called polar body to എന്തിനാ ഇങ്ങനെ ആക്കുന്നത്? ടു അക്യുമുലേറ്റ് ഓൾ ദ സൈറ്റോപ്ലാസം ഫോർ ദ സെക്കൻഡറി oocyte. ആൻഡ് M2 ഡിവിഷൻ ഉണ്ടാവും. M2 ഡിവിഷൻ ഉണ്ടാകുമ്പോൾ there is an oocyte and ovum is forming. It will be having all the cytoplasm and cell organelle and the second cell will be a very small cell. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? സോ ഇത്രയും കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കുക. സോ ദിസ് ഈസ് ഇറ്റ്. സോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യണം. സോ നമ്മൾ നോക്കിക്കോ, സ്പെർമാറ്റോജനസിസ് അറിയാമെങ്കിൽ ഊജനസിസ് ഇത്ര സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചെടുക്കും. സോ ഇനി നമ്മൾ പഠിക്കേണ്ട സാധനങ്ങൾ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തിനെ പറ്റിയിട്ടാണ്? ഇനി നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് മനസ്സിലാക്കുന്നുണ്ടാവുക? ഇത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. സോ ഇവിടെ നോക്കിക്കോട്ടോ, ഇവിടെ നോക്കിക്കോ. സ്പെർമാറ്റോജനസിസിൽ സീ ദാറ്റ് തിങ് വിൽ ബി ഡിസ്കസിങ് ഈച്ച് ഓഫ് ദ തിങ്സ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സ്പെർമാറ്റോജനസിസിൽ അത് നോക്കിക്കോട്ടെ. സ്പെർമാറ്റോജനസിസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇവിടെ എന്തുണ്ടായിരുന്നു? സ്പെർമാറ്റോഗോണിയ ഉണ്ടായിരുന്നു. സ്പെർമാറ്റോഗോണിയൻ്റെ ഉള്ളിൽ ദാറ്റ് വാസ് 2n നമ്പർ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് മൈറ്റോസിസ് നടക്കുന്നുണ്ടായിരുന്നു, നമുക്ക് ഓൾറെഡി അറിയാം. ആൻഡ് ഇറ്റ് വാസ് അണ്ടർഗോയിങ് ഡിഫറൻസിയേഷൻ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസിങ് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്. ഉറപ്പല്ലേ? സോ ഇവിടെ നടക്കുന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ സീ ദാറ്റ് തിങ്, ഇവിടെ ഉള്ള എല്ലാ സ്പെർമാറ്റോഗോണിയയും ഒരുമിച്ച് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവില്ല. ജസ്റ്റ് ഇമാജിൻ ലൈക്ക് 100,000 പ്രൈമറി സ്പെർമാറ്റോഗോണിയ ഉണ്ട് വിചാരിക്കും. 100,000 1 lakh പ്രൈമറി അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ 100,000 സ്പെർമാറ്റോഗോണിയൻ്റെ ഉള്ളിൽ നിന്ന് ആകെപ്പാടെ ചിലപ്പോൾ 5, 10, 15 അല്ലെങ്കിൽ 100 എണ്ണം കൺവേർട്ട് ചെയ്തിട്ട് പ്രൈമറി എന്തായിട്ട് മാറും? പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയിട്ട് മാറും. സോ നോക്ക്, അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രൂപ്പ് മാത്രമേ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആവുന്നുള്ളൂ. ബാക്കി സ്പെർമാറ്റോഗോണി അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സ്പെർമാറ്റോഗോണി ഇങ്ങനെ നമ്പർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈറ്റോസിസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ബട്ട് വെൻ യു ആർ കമ്മിങ് ടു ദ ഊജനസിസ്, മനസ്സിലാക്കും മക്കളെ, ഊഗോണി ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഊഗോണി? ഒരു ഡിപ്ലോയിഡ് സെല്ലാണ്. സപ്പോസ് ഇവിടെ 100,000 ഊഗോണി ഉണ്ടായിരുന്നെങ്കിൽ അപ്പം തന്നെ ഇതുണ്ടായ അപ്പം തന്നെ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് ഓൾ ദ ഊഗോണിയ. വളരെ പ്രധാനപ്പെട്ട ഡിഫറൻസ് ആണ്. ഓൾ ദ ഊഗോണിയ എപ്പം തന്നെ ഇൻ ദ എംബ്രിയോളജിക്കൽ ലൈഫ്, അതായത് ഒരു ഫീമെയിൽ എംബ്രിയോ ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇതെപ്പോഴാണ് നടന്നിട്ടുണ്ടായിരുന്നത്? ഈ സ്പെർമാറ്റോഗോണിയ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് ആയത് അറ്റ് പ്യൂബറിറ്റിയാണ്. ഈ ആൺകുട്ടി പ്യൂബറിറ്റി ആകുമ്പോൾ ആ ആൺകുട്ടി വളർന്ന ഒരു പുരുഷനാവാൻ നേരത്ത് മാത്രമാണ് ഈ പറയുന്ന കൺവേർഷൻ, അതും കുറച്ച് കൺവേർഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടി എംബ്രിയോ ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ എല്ലാ ഊഗോണിയയും യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് ഓൾ ദ ഊഗോണിയ ടുഗദർ ഇറ്റ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു പ്രൈമറി oocyte. ഒന്നാമത്തെ വ്യത്യാസം മനസ്സിലാക്കുക മക്കളെ, ദിസ് ഈസ് എ ഡിപ്ലോയിഡ് ആയിട്ടുള്ള 2n നമ്പർ ക്രോമസോംസ് ഉള്ള, സീ ദാറ്റ് തിങ് വിൽ ബി റൈറ്റിംഗ് ഇറ്റ് ക്ലിയർലി, 2n നമ്പർ ഓഫ് ക്രോമസോംസ് ഉള്ള സാധനമാണ് പ്രൈമറി oocyte. സോ ഈ പ്രൈമറി oocyte ആയിട്ട് കൺവേർട്ട് ചെയ്യും. എപ്പോൾ കൺവേർട്ട് ചെയ്യും? അറ്റ് ദ എംബ്രിയോളജിക്കൽ ലൈഫ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, വാട്ട് ഈസ് ദ ഓൺസെറ്റ് ഓഫ്, ടൈമിംഗ് ഓഫ്, എപ്പോഴാണ് തുടങ്ങുന്നത്? ഊജനസിസ് എപ്പോൾ തുടങ്ങും? സ്പെർമാറ്റോജനസിസ് എപ്പോൾ തുടങ്ങും? സ്പെർമാറ്റോജനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബറിറ്റിയിലായിരുന്നു. നോക്ക്, അറ്റ് പ്യൂബറിറ്റി. ബട്ട് വെൻ ദ ഊജനസിസ്
സ്റ്റാർട്ട്സ് അറ്റ് എംബ്രിയോളജിക്കൽ ലൈഫ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ മനസ്സിലാക്കിയെടുത്തോ. സോ എംബ്രിയോളജിക്കൽ ലൈഫിൽ തുടങ്ങും, അതും എല്ലാം കൺവേർട്ടായി പോവും. സോ നോക്ക്, ഇവിടെ 1,00,000 ഊഗോണി ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എത്ര ലക്ഷം അല്ലെങ്കിൽ എത്ര പ്രൈമറി യൂസൈറ്റ് ഉണ്ടാവും? മനസ്സിലാക്കിക്കോ, 1,00,000 പ്രൈമറി യൂസൈറ്റും ഉണ്ടാവും. 1,00,000 ഊഗോണി ഉണ്ടായിരുന്നെങ്കിൽ 1,00,000 പ്രൈമറി യൂസൈറ്റും താഴെ തന്നെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. സോ ഇനി ഏതെങ്കിലും ഊഗോണിയ ബാക്കിയുണ്ടോ? ഇനി ഊഗോണി ഒന്നും ബാക്കിയില്ല. ഓൾ ഊഗോണിയ കൺവേർട്ടഡ് ടു പ്രൈമറി യൂസൈറ്റ്. സോ ഇനി ഇവിടെ മൈറ്റോസിസ് നടക്കാൻ വല്ലോ ആരും ബാക്കിയുണ്ടോ? ഇനി ഇവിടെ മൈറ്റോസിസ് നടക്കില്ല. ആ കൺവേർട്ട് ആവുന്ന സമയം വരെ മാത്രമേ മൈറ്റോസിസ്, കാരണം മൈറ്റോസിസ് ആവുന്നത് പ്രൈമറി യൂസൈറ്റിൻ്റെ പണി, സ്പെർമാറ്റോഗോണിയുടെ പണിയായിരുന്നു. പ്രൈമറി യൂസൈറ്റിന് ഇനി മൈറ്റോസിസ് പറ്റില്ല. എല്ലാ ഊഗോണിയയും യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്, എല്ലാ ഊഗോണിയയും കൺവേർട്ട് ആയിട്ട് എന്തായി മാറിയിട്ടുണ്ട്? പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇനി ഇതിനകത്ത് ആർക്കും മൈറ്റോസിസ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഇപ്പോൾ എത്ര പ്രൈമറി യൂസൈറ്റ് ഉണ്ടോ അത്രയും പ്രൈമറി യൂസൈറ്റേ ആ ഫീമെയിൽ മരിക്കുന്നത് വരെ ഉണ്ടാവുള്ളൂ. കാരണം ഇനി നമ്പർ ഇൻക്രീസ് ചെയ്യില്ല. കാരണം എല്ലാ ഊഗോണിയയും മെച്ചറായി പ്രൈമറി യൂസൈറ്റ് ആയി പോയി. പക്ഷേ മെയിലിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. മെയിലിൻ്റെ കാര്യത്തിൽ നോക്ക്, ഇവിടെ കുറച്ചെണ്ണം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചെണ്ണം ഇവിടെ ബാക്കിയുണ്ടാവും. അവൻ മൈറ്റോസിസ് ചെയ്തിട്ട് പിന്നെ നമ്പർ ഇൻക്രീസ് ചെയ്യും. സോ ഇതാണ് റീസൺ. എന്തിൻ്റെ റീസൺ? മെയിലിന് ത്രൂ ഔട്ട് ലൈഫ്, മരണം വരെ ത്രൂ ഔട്ട് ലൈഫ് എന്ത് നടക്കുന്നുണ്ടാവും? സ്പേം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. പക്ഷേ ഫീമെയിലിന് ഒരു അപ് ടു സെർട്ടൺ ഏജ് വരെ ഉണ്ടാവുള്ളൂ. അപ് ടു ചെറിയ ഏജ് 50 വയസ്സ് വരെയൊക്കെ ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി ഉള്ളൂ. കാരണം എല്ലാ ഊഗോണിയെയും കൺവേർട്ടായിട്ട് എന്തായി പോയിട്ടുണ്ട്? പ്രൈമറി യൂസൈറ്റ് ആയി പോയിട്ടുണ്ട്. മനസ്സിലായോ? ആലോചിച്ച് നോക്കിക്കേ, ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. സോ ഭയങ്കര സിമ്പിളായിട്ട് മനസ്സിലാക്കുക. വൈ ദ ഓവം പ്രൊഡക്ഷൻ ceases or why the ovum production stops at certain age while the sperm production continues throughout the life of a sperm or of a male. അത് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കോ, കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. ജനറ്റിക് 2 അടക്കം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാവും. സോ ഇനിയുള്ള സമയത്ത് ഐ വിൽ ഫീൽ ലൈക്ക് മോർ റിലാക്സ്ഡ് ബിക്കോസ് നമ്മുടെ റിപ്പീറ്റേഴ്സിൻ്റെ ക്ലാസ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് പോയിട്ട് നല്ല കട്ട റിവിഷനിലാണ് കുട്ടികളുള്ളത്. നമ്മുടെ റിപ്പീറ്റേഴ്സിനെ പറ്റിയിട്ട് ഒരു വാർത്ത പോലും റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ പുറത്തേക്കില്ല. കാരണം അത്രയധികം പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. സോ പ്ലാനിങ് കഴിഞ്ഞതുണ്ട്. ഐ എം റിയലി ലിറ്ററലി ഫ്രീ. ഞാൻ കുറച്ച് നേരം മുന്നേ നമ്മുടെ റെസിഡൻഷ്യൽ ക്യാമ്പസിലൊന്ന് വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് വന്നതായിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ. സോ പ്രൈമറി യൂസൈറ്റ്, ഇനി പ്രൈമറി യൂസൈറ്റിന് എന്താ സംഭവിക്കുന്നുണ്ടാവുക? മക്കളെ നോക്കിക്കോ, പ്രൈമറി യൂസൈറ്റ് വിൽ സ്റ്റാർട്ട് ദ M1 ഡിവിഷൻ. ഇറ്റ് വിൽ സ്റ്റാർട്ട് ദ M1 ഡിവിഷൻ. ആൻഡ് നിങ്ങൾ നോക്കിക്കോ, മിയോസിസിൻ്റെ മൈറ്റോസിൻ്റെ സ്റ്റേജുകൾ എന്തൊക്കെയാണ്? ഈ ചാപ്റ്ററിലല്ല, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിലുള്ള ചാപ്റ്ററാണ്. മിയോസിസിന് നമുക്കറിയാൻ പറ്റും, മിയോസിസ് ഈസ് ഹാവിങ് 2 സ്റ്റേജുകൾ, M1 ഉണ്ടാവും, M2 ഉണ്ടാവും. മിയോസിസ് 1 ഉണ്ടാവും, മിയോസിസ് 2 ഉണ്ടാവും. മിയോസിസ് 1ൽ എന്തൊക്കെ ഉണ്ടാവും? യു നോ ദാറ്റ് തിങ്. കോഡ് എന്താണെന്നറിയോ? കോഡ് PMAT എന്നാണ് കോഡ്. PMAT, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്. അപ്പോൾ മിയോസിസ് 1ൻ്റേതാകുമ്പോൾ വി വിൽ ബി കോളിംഗ് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1 ആൻഡ് ടീലോഫേസ് 1. സോ PMAT ഉണ്ടാവും. സോ ഇതിന് PMAT ഉണ്ടാവും. സോ അത് കഴിഞ്ഞ് M2നും PMAT ഉണ്ടാവും. PMAT ഓക്കെ ആണോ? സോ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. സോ ഇങ്ങനെ 4 സ്റ്റേജുകളാണ് മിയോസിസിന് ഉണ്ടാവുക. സിമ്പിളാണ്, സെൽ സൈക്കിളിലുള്ള സാധനമാണ്. ആൻഡ് ഇതിനകത്ത് ഈ പ്രോഫേസ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഇയാൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇയാൾക്ക് എത്ര ഫേസുകൾ ഉണ്ടാവുമെന്ന് അറിയോ? ദ പ്രോഫേസ് 1 ഇറ്റ് ഈസ് ഹാവിങ് അനദർ 5 സ്റ്റേജസ്. സി നോക്കിക്കോ, നമ്മൾ സെൽ സൈക്കിൾ എന്നുള്ള ചാപ്റ്ററാണ്. 1, 2, 3, 4, 5 സ്റ്റേജസ് ഫോർ ആർക്ക്? നമ്മുടെ പ്രോഫേസ് 1ന് മാത്രം 5 സ്റ്റേജുകൾ ഉണ്ടാവും. ഇതിൻ്റെ കോഡ് എന്താണെന്നറിയോ? കോഡ് പഠിച്ചോട്ടോ. ലേസി പടിഡാ. നിങ്ങളെപ്പോലത്തെ കുട്ടികളല്ല, നിങ്ങൾ മിടുക്കന്മാരല്ലേ, എനിക്കറിയാൻ പാടില്ലേ, നിങ്ങൾ അടിപൊളി മക്കളാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ ലേസിനെസ് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കില്ല. നിങ്ങൾക്ക് ലേസിനെസ് ഒന്നുമില്ല. നമ്മളിവിടെ ലേസിനെസ് ഉള്ള കുട്ടികളോടാണ് പറഞ്ഞു തരിക. ലേസി പടിഡാ എന്നാണ് പറയുക. സോ വാട്ട് ഈസ് LE ഫോർ? ലെപ്റ്റോട്ടീൻ. നോക്കിക്കോ, ലെപ്റ്റോട്ടീൻ എന്നാണ് വിളിക്കുക. ZY ഫോർ സൈഗോട്ടീൻ എന്നാണ് വിളിക്കുക. സോ ഇതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ സെൽ സൈക്കിൾ പഠിപ്പിക്കുമ്പോൾ പഠിപ്പിച്ചു തരാം കേട്ടോ. ആൻഡ് പടിഡാ, PA ഫോർ പാക്കറ്റീൻ ആൻഡ് DI for diplotin. നോക്കിക്കോ, ഡിപ്ലോട്ടീൻ. ആൻഡ് DA for diakinesis, ദാറ്റ് ഈസ് നോൺ ആസ് diakinesis. ഇങ്ങനെയാണ് പ്രോഫേസ് 1ന് എത്ര സ്റ്റേജ് ഉള്ളത്? 5 സ്റ്റേജ് ഉള്ളത്. സോ നോക്കിക്കോ, മിയോസിസ് ഡിവിഷന് തന്നെ 2 സ്റ്റേജ് ഉണ്ട്, മിയോസിസ് 1ഉം മിയോസിസ് 2ഉം. മിയോസിസ് 1നകത്ത് പ്രോഫേസ് 1, മെറ്റാഫേസ് 1, അനാഫേസ് 1, ടീലോഫേസ് 1. പിന്നെ പ്രോഫേസ് 2, മെറ്റാഫേസ് 2, അനാഫേസ് 2, ടീലോഫേസ് 2. കോഡ് ഈസ് വാട്ട്? PMAT. PMAT എന്ന് ഓർത്തിരുന്നോ? വളരെ എളുപ്പമാണ്. ഇതിനകത്ത് P1ൻ്റെ ഉള്ളിൽ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. P1 പ്രോഫേസ് 1 ഈസ് ഹാവിങ് അനദർ 5 സ്റ്റേജസ്. കോഡ് എന്താണ്?
എന്താണ് ലേസി പഠിട LEZY ഓക്കെ ആണോ LEZY സോ ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട് ലെപ്റ്റോട്ടിൻ സൈഗോട്ടിൻ പാക്കറ്റിൻ ഡിപ്ലോട്ടിൻ ഡയാകൈനസിസ് പെട്ടെന്ന് പറഞ്ഞോ മനസ്സിൽ പറഞ്ഞോ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് പറഞ്ഞോ LEZY ഓക്കെ ആണോ സോ LE ഫോർ ലെപ്റ്റോട്ടിൻ സൈഗോട്ടിൻ പാക്കറ്റിൻ ഡിപ്ലോട്ടിൻ ഡയാകൈനസിസ് ക്ലിയർ റെഡിയാണോ നോക്കിയേ പവർ വന്നോ നോക്കിയേ ഉഷാറായോ നോക്കിക്കേ സംശയം ഉണ്ടോ നോക്കിക്കേ ഇല്ലല്ലോ സോ ഇതിനകത്ത് നോക്കി കേട്ടോ നമ്മുടെ ആര് തുടങ്ങുകയാണ് നമ്മുടെ പ്രൈമറി യൂസൈറ്റ് അല്ലെങ്കിൽ പ്രൈമറി യൂസൈറ്റ് യു സീ ദാറ്റ് അണ്ടർസ്റ്റാൻഡ് ദ പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സെല്ല് ദിസ് സെല്ല് സ്റ്റാർട്ടിങ് ദ മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യാണ് സോ നോക്ക് ഈ സെല്ല് നമ്മുടെ പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞ സെല്ല് കേട്ടോ നോക്കിക്കോ പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞ സെല്ലാണ് പ്രൈമറി യൂസൈറ്റ് എന്ന് പറഞ്ഞ സെല്ല് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ദ മിയോസിസ് 1 ഇറ്റ് വിൽ ബി റീച്ചിങ് ദ പ്രോഫേസ് 1 വെൻ ഇറ്റ് ഈസ് റീച്ചിങ് ദിസ് സ്റ്റേജ് വിച്ച് സ്റ്റേജ് നോക്കിക്കോ മക്കളെ പ്രോഫേസ് 1ന്റെ ഏത് സ്റ്റേജിനെ പറ്റിയിട്ടാണ് സാറ് പറയുന്നത് ആഷിഖ് സാറ് പറയുന്നത് പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിനെ പറ്റിയിട്ടാണ് പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് പ്രൈമറി യൂസേജ് എത്തുമ്പോൾ ദ ഡിവിഷൻ ഇവിടെ വെച്ചിട്ട് നിന്നു ദ ഡിവിഷൻ അറസ്റ്റ് നോക്കിക്കേ പെട്ടെന്ന് നോക്കിക്കേ കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞേ പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് ഈ സംഭവം എത്തിക്കഴിയുമ്പോഴത്തേക്കും ദ ഡിവിഷൻ അറസ്റ്റ് ഹിയർ മെല്ലെ പറയുമെന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ വിവേക് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കിക്കോ ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ് ദ ഡിവിഷൻ അറസ്റ്റ് ചെയ്യും ഇതിൻ്റെ ഡിവിഷൻ ഇവിടെ അറസ്റ്റായി പോകും സോ നോക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത് ഇതിൻ്റെ എംബ്രിയോളജിക്കൽ ലൈഫ് നോക്കിക്കോട്ടോ ഒരു പ്രാവശ്യം കൂടി ഞാൻ എഴുതി തരാവേ നിങ്ങൾ നോക്കിക്കോ മനസ്സിലാക്കിക്കോ ദാ വിവേക് എന്നോട് പറഞ്ഞത് പതുക്കെ പറ സാറേ ഞാൻ ഇങ്ങനെ ആവേശത്തിലായി പോയി നിങ്ങളുടെ ആവേശത്തിലേക്ക് നിങ്ങൾ എൻ്റെ കൂടെ ആവേശത്തിലാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ആവേശത്തിലേക്കും കുറേ ഊഗോണിയ ഉണ്ടായിരുന്നു എല്ലാ ഊഗോണിയയും ഡിപ്ലോയിഡ് ആയിരുന്നു ഈ ഊഗോണിയ എല്ലാം കൂടി എന്ത് ചെയ്തു ഓൾ ഊഗോണിയ ടുഗദർ എല്ലാവരും കൂടി ഒരുമിച്ച് ദാറ്റ് വാസ് അണ്ടർ ഗോയിങ് ഡിഫറൻസിയേഷൻ എന്താ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെച്ചുറേഷൻ സംഭവിച്ചിട്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് എന്തായിപ്പോയി പ്രൈമറി യൂസൈറ്റ് ആയിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദറ്റ് ഈസ് ഓൾസോ ഡിപ്ലോയിഡ് ബിക്കോസ് ദർ ഇസ് ഓൺലി മെച്ചുറേഷനാണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത് സോ എല്ലാവരും കൂടി അങ്ങോട്ട് ആയിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തില്ല ഊഗോണിയ ഇല്ല പിന്നെ നമ്പർ കൂടില്ല ആ കാര്യം നമ്മൾ പറഞ്ഞു ആൻഡ് പ്രൈമറി യൂസൈറ്റിന് എന്ത് സംഭവിച്ചു പ്രൈമറി യൂസൈറ്റ് മിയോസിസ് 1 മിയോസിസ് 1 തുടങ്ങി അതിൻ്റെ പ്രോഫേസ് 1 പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജ് എത്തി ഞാൻ പറഞ്ഞു പ്രോഫേസ് 1ന് 5 സ്റ്റേജ് ഉണ്ട് അല്ലേ ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ എത്തി കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ട് ഈസ് ഹാപ്പനിങ് ഡിവിഷൻ അറസ്റ്റ് ആയിപ്പോയി ആരുടെ ഡിവിഷൻ അറസ്റ്റ് ആയിപ്പോയി പ്രൈമറി യൂസൈറ്റിൻ്റെ M1 ഡിവിഷൻ അറസ്റ്റ് ആയിപ്പോയി ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണെന്ന് അറിയാം മക്കളെ ഇത്രയും കാര്യങ്ങൾ നടക്കുന്നത് ഈ ഫീമെയിൽ എംബ്രിയോ ആയിരിക്കുമ്പോഴാണ് അതായത് നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരുപാട് ഫീമെയിലില്ലേ നമ്മുടെ അച്ഛനല്ല നമ്മുടെ അമ്മയും അയ്യടാ അച്ഛനെ ഫീമെയിലാക്കി കളഞ്ഞ് മോശമായിപ്പോയി നമ്മുടെ അമ്മയും അല്ലെങ്കിൽ നമ്മുടെ പെങ്ങന്മാരും നമ്മുടെ കൂട്ടുകാരികളും എല്ലാവരും അവർ എംബ്രിയോ ആയിരുന്ന സമയത്ത് അതായത് അവരുടെ അമ്മയുടെ യൂട്രസിൻ്റെ അകത്തായിരുന്ന അതേ സമയത്ത് തന്നെ ഇത്രയും കാര്യങ്ങൾ അവരുടെ ഓവറിക്കകത്ത് നടന്നിട്ടുണ്ട് സോ ആണുങ്ങൾ എന്താ ചെയ്തത് നമ്മുടെ സ്പെർമാറ്റോഗോണിയ ഉറങ്ങായിരുന്നു ഇരുന്ന് ഉറക്കം എത്ര കാലം ഉറങ്ങും പ്യൂബർട്ടി അവിടെ വരെ പ്യൂബർട്ടിയിൽ ഞെട്ടി എണീറ്റിട്ട് സ്പെർമ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും പക്ഷേ ഇവർ ജനിക്കുന്നതിന് മുന്നേ തന്നെ പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഓവം പ്രൊഡക്ഷൻ മനസ്സിലാക്കി വെച്ചോ സോ ദിസ് ഈസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോ ദ ഫീമെയിൽ സ്റ്റാർട്ട്സ് ദ oogenesis at the embryological age and ഇവിടെ നടക്കുന്ന ഈ സ്റ്റേജിനെയാണ് ഞാൻ വിളിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് oogenesis ആദ്യത്തെ സ്റ്റേജിൽ എന്തൊക്കെ സംഭവിക്കും എല്ലാ ഊഗോണിയയും പ്രൈമറി യൂസൈറ്റ് ആയിട്ട് മാറും എല്ലാ പ്രൈമറി യൂസൈറ്റും മിയോസിസ് 1 സ്റ്റാർട്ട് ചെയ്യും മിയോസിസ് 1ന്റെ പ്രോഫേസ് 1ന്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ഐ വിൽ റൈറ്റ് P1D എത്തുമ്പോഴത്തേക്കും ഓൾ ഡിവിഷൻ അറസ്റ്റ് ചെയ്യും സോ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ എംബ്രിയോളജിക്കൽ ലൈഫിൽ വെച്ചിട്ടാണ് നടക്കുന്നുണ്ടാവുക ക്ലിയർ ആണോ കൺഫ്യൂഷൻ ഉണ്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്ക് അത് കഴിഞ്ഞിട്ട് നോക്ക് ഒരുപാട് ആൾക്കാർ ഇതാ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് സോ നിങ്ങളെല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ക്ലിയർ ആണോ നമ്മുടെ എന്താ പറയുക ഡോപ്പയിൽ റിപ്പീറ്റ് ടെസ്റ്റ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുണ്ട് നമ്പർ എന്നൊക്കെ വെറുതെ അവിടെ ഇങ്ങനെ സ്ക്രോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാർ മാത്രം റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി വരിക റിപ്പീറ്റ് ചെയ്യാനാണ് നീറ്റാണ് ഉദ്ദേശമെങ്കിൽ ഡയറക്റ്റ് കയറി വാടാ മക്കളെ എന്നാ പറയുക നമുക്ക് അടിപൊളിയായിട്ട് റിപ്പീറ്റ് ചെയ്യാന്നേ ഉഷാറായിട്ട് നമുക്ക് നീറ്റ് വാങ്ങാന്നേ നമ്മളൊക്കെ അല്ലേ ക്ലാസ് എടുക്കുന്നത് സോ ഈ സാധനം നോക്ക് ഈ സാധനം നടന്നു സോ ഇനി നടക്കുന്ന കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സോ നോക്കിക്കോ ഇനി ഇവിടെ കണ്ടോട്ടോ നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സോ NCERT ഒന്ന് വായിച്ചിട്ട് അങ്ങോട്ട് പോകണോ വായിക്കാണ്ട് അങ്ങോട്ട് പോകണോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുക എന്നുള്ള കാര്യം ഓക്കെ ആണോ സോ നോക്ക്
oogenesis അവിടെ കണ്ടോ NCERT-ലുള്ള അവിടെ വരെയുള്ള വായിക്കാമല്ലോ. oogenesis is initiated during the embryonic development stage when a couple of million gamete mother cell oogonia are formed in each fetal ovary. നോക്കിക്കോട്ടോ കേട്ടോ. oogenesis എപ്പോൾ തുടങ്ങിയിട്ടുണ്ട്? oogenesis തുടങ്ങിയത് ഡ്യൂറിങ് ദ എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. കാണുന്നുണ്ടോ? എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സ്റ്റേജ് പിന്നെ കപ്പിൾ ഓഫ് മില്യൺ എന്ന് പറഞ്ഞാൽ എത്ര മില്യണാ? 2 മില്യൺ, 2 മില്യൺ അല്ലേ? 2 മില്യൺ എന്തുണ്ടായിരുന്നു? ഈ ഗാമേറ്റ് മദർ സെൽസ് ഊഗോണിയ ഫോംഡ് വിത്തിൻ ഈച്ച് ഫീറ്റൽ ഓവറി. ഓരോ ഫീറ്റസിൻ്റെ ഓവറിയിലും ഇത്രയും ഊഗോണിയ തുടങ്ങുന്ന സമയത്താണ് ഉണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ആൻഡ് നോ മോർ ഊഗോണിയ ആർ ഫോംഡ് ആൻഡ് ആർ ആഫ്റ്റർ ദ ബർത്ത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും പുതിയ ഊഗോണിയാസ് ഉണ്ടായി വരുന്നില്ല. ഈ സെൽസ് എന്ത് ചെയ്യും? ദീസ് സെൽസ് നോക്കിക്കോ മക്കളെ, ദീസ് സെൽസ് സ്റ്റാർട്ട് ഡിവിഷൻ ആൻഡ് എൻ്റർ ഇൻ ടു പ്രോഫേസ് 1 ഓഫ് ദ മെയോട്ടിക് ഡിവിഷൻ ആൻഡ് ഗെറ്റ് ടെമ്പററിലി അറസ്റ്റഡ് അറ്റ് ദാറ്റ് സ്റ്റേജ്. പ്രോഫേസ് 1-ൽ എന്ത് ചെയ്യും? ടെമ്പററിലി അറസ്റ്റഡ് ആയിട്ടിരിക്കുന്നുണ്ടാവും. സോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമറി ഊസൈറ്റ്സ് എന്ന് വിളിക്കുക. ഈ ഊഗോണിയ എന്ത് ചെയ്യും? മിയോട്ടിക് ഡിവിഷനിലേക്ക് തുടങ്ങിയിട്ട് മിയോസിസ് 1-ൻ്റെ പ്രോഫേസ് 1-ൽ വന്നിട്ട് അറസ്റ്റായിട്ട് നിൽക്കും. പ്രോഫേസ് 1-ൽ വന്നിട്ട് അറസ്റ്റായിട്ട് നിൽക്കുന്ന ഈ സെൽസിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി ഊസൈറ്റ് എന്ന് വിളിക്കും. ഇനി പ്രൈമറി യൂസൈറ്റിന് എന്താ സംഭവിക്കാമെന്നാണ് NCERT പറയാൻ പോകുന്നത്. ഇവിടെ കണ്ടോട്ടോ, വാട്ട് വിൽ ഹാപ്പൻ ടു ദ പ്രൈമറി യൂസൈറ്റ്. ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ പ്രൈമറി യൂസൈറ്റ്. ഓക്കെ ആണോ? സോ ഈ പ്രൈമറി യൂസൈറ്റിൽ ഡിവിഷൻ അറസ്റ്റ് ആയിരിക്കുന്ന പ്രൈമറി യൂസൈറ്റ്. ഈ പ്രൈമറി യൂസൈറ്റ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ പ്രൈമറി യൂസൈറ്റ്. ബോർഡൊന്ന് മാച്ചോട്ടെ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യണമല്ലോ ഡീറ്റെയിൽ ആയിട്ട്. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് നിങ്ങളെ റീപ്രൊഡക്ഷൻ മൊത്തം പഠിപ്പിച്ചിട്ടേ ഞാൻ വിടുന്നുള്ളൂ. നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി. നിങ്ങൾ ഇവിടെ വരെ ലൈവിന് വന്നതല്ലേ? ലൈവിന് വന്ന സ്ഥിതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഇനി പഠിക്കാതെ പോവണ്ട. വന്നതല്ലേ? സോ സപ്പോസ് ദിസ് ഈസ് എ പ്രൈമറി യൂസൈറ്റ്. ഓക്കെ ആണോ? പ്രൈമറി യൂസൈറ്റ് ആണ്. പ്രൈമറി യൂസൈറ്റിൻ്റെ ഡിവിഷൻ അറസ്റ്റഡ് ആണ്. എവിടെയാണ്? പ്രോഫേസ് 1-ൻ്റെ ഡിപ്ലോട്ടിൻ സ്റ്റേജിലാണ് അറസ്റ്റഡ് ആയിരിക്കുന്നത്. NCERT-ൽ ഡിപ്ലോട്ടിൻ എന്ന് പറഞ്ഞിട്ടില്ല. സിമ്പിളായിട്ട് പ്രോഫേസ് 1 എന്ന് പഠിച്ചാലും മതി. ഇവിടെ അറസ്റ്റഡ് ആയിട്ടിരിക്കുന്ന ഇവൻ്റെ ചുറ്റും വന്നിട്ട് ഒരു ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം വന്നിട്ട് കവർ ചെയ്ത് നിൽക്കും. സോ ഇവൻ്റെ ചുറ്റും എന്ത് കവർ ചെയ്യും? ഒരു ലെയർ ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം. സ്ക്വാമസോ ക്യൂബോയിഡലോ ആക്ച്വലി സ്ക്വാമസ് ആണ്. NCERT-ൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. ഒരു ലെയർ എപ്പിത്തീലിയം വന്നിട്ട് ആരെ കവർ ചെയ്യുന്നുണ്ടാവും? ഈ പ്രൈമറി ഊസൈറ്റിനെ കവർ ചെയ്യുന്നുണ്ടാവും. എപ്പോൾ കവർ ചെയ്യുന്നുണ്ടാവും? ഇൻ ദ എംബ്രിയോളജിക്കൽ ലൈഫ്. ഈ കവറിങ് പരിപാടിയൊക്കെ നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഇൻ ദ എംബ്രിയോളജിക്കൽ ലൈഫിൽ. ഈ കുട്ടി എംബ്രിയോ ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ കവറിങ്ങും പരിപാടിയും സാധനങ്ങളൊക്കെ നടക്കും. സോ ഈ സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏത് സ്ട്രക്ചർ? നമുക്ക് നടുവിലൊരു ഊസൈറ്റ്, അതിൻ്റെ ചുറ്റും ഒരു ലെയർ ഓഫ് എപ്പിത്തീലിയം. ഇതിനെ വിളിക്കുന്ന പേരാണ് വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ ഫോളിക്കിൾ. സോ ആരോടെങ്കിലും ചോദിക്കുകയാണ് വാട്ട് ഈസ് എ ഫോളിക്കിൾ? സാറേ ഈ ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ സാറേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു ഊസൈറ്റ്, ഏതെങ്കിലും ഊസൈറ്റ്, പ്രൈമറി ഊസൈറ്റോ സെക്കൻഡറി ഊസൈറ്റോ ആയിക്കോട്ടെ, ഊസൈറ്റിൻ്റെ ചുറ്റും ഒരു ലെയർ ഓഫ് എപ്പിത്തീലിയം ഉണ്ടായിക്കോട്ടെ. സോ ഈ ഊസൈറ്റും എപ്പിത്തീലിയം കൂടി ചേർന്നിരിക്കുന്ന ഈ സാധനത്തിനാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഫോളിക്കിൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് വാട്ട് ഈസ് ഫോളിക്കിൾ. സോ വാട്ട് ഈസ് എ ഫോളിക്കിൾ? പറഞ്ഞോ. വാട്ട് ഈസ് എ ഫോളിക്കിൾ? ഫോളിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊസൈറ്റ് സറൗണ്ടഡ് ബൈ എപ്പിത്തീലിയം. സോ ആദ്യം നോക്ക്, ആദ്യമായിട്ട് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഫോളിക്കിളിനെ ഐ വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് എ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ഞാൻ ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ആദ്യമായിട്ടുണ്ടായ സാധനത്തിനെ ഞാൻ എന്ത് വിളിക്കുന്നുണ്ടാവും? ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. പവറാണോ മക്കളെ? മനസ്സിലാവണുണ്ടോ? ഉഷാറാണോ എന്ന് നോക്കിക്കോ, ക്ലിയർ ആണോ എന്ന് മനസ്സിലാക്കിക്കോ. സോ ആദ്യമായിട്ടുണ്ടായ ഈ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ഫോളിക്കിൾ. ആൻഡ് ഈ പ്രൈമറി ഫോളിക്കിൾ ഓവറിക്ക് അങ്ങനെ ഇരിക്കും, ഉറങ്ങിയിരിക്കും. ഓക്കെ. സോ ഇവിടെ പഠിച്ചോ. നീറ്റിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അങ്ങോട്ട് പഠിച്ചോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഉത്തരം പറയണേ. നീറ്റിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. സോ വെൻ വി ഓപ്പൺ ടെസ്റ്റിസ് ഓഫ് എ മെയിൽ ബേബി, ടെസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ബേബിയുടെ ആണല്ലോ, ബേബി, വാട്ട് വിൽ യു സീ? എന്താ നിങ്ങൾ കാണുക? വാട്ട് വിൽ യു സീ? നിങ്ങൾ എന്താ കാണുക? സോ ഒന്നാമത്തെ ഓപ്ഷൻ സ്പെർമാറ്റോഗോണിയ. ഒരു കുഞ്ഞു കുട്ടീൻ്റെ ടെസ്റ്റിസ് ഓപ്പൺ ചെയ്യുമ്പോൾ സ്പെർമാറ്റോഗോണിയ കാണും, അല്ലെങ്കിൽ പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് കാണും. മൂന്നാമത്തെ ഓപ്ഷൻ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് കാണും. നാലാമത്തെ ഓപ്ഷൻ സ്പേം കാണും. വാട്ട് ഈസ് ദെയർ ഇൻ എ കുഞ്ഞു ബേബിയുടെ ടെസ്റ്റിസ് ഓഫ് എ ബേബി? കുഞ്ഞു ബേബിയുടെ ടെസ്റ്റിസ് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കാണുക? 1 2 3 4 പെട്ടെന്ന് ഉത്തരം പറഞ്ഞോ. ഡെഫിനറ്റ്ലി നമുക്കറിയാം കുഞ്ഞു ബേബി അല്ലേ, സ്പെർമാറ്റോഗോണിയ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് വേറെ ഡെവലപ്മെൻറ്റോ സാധനങ്ങളോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഈ കുഞ്ഞു ബേബി, ബിക്കോസ് ഇറ്റ് ഈസ് എ മെയിൽ ബേബി, അവൻ പ്യൂബർട്ടി ആവുന്നത് വരെ സ്പെർമാറ്റോഗോണിയ ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ നോക്ക്, ഇതേ ക്വസ്റ്റ്യൻ ഞാൻ മാറ്റി. വെൻ വി ഓപ്പൺ the ovary of a baby, ഒരു ബേബിയുടെ ഓപ്പൺ വെച്ചാൽ വാട്ട് വിൽ യു സീ? നിങ്ങൾ എന്ത് കാണാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ഓപ്ഷൻ ഊഗോണിയ, നമ്മൾ ഓർക്കും ഊഗോണിയ എന്ന്. രണ്ടാമത്തെ ഓപ്ഷൻ പ്രൈമറി ഊസൈറ്റ്. മൂന്നാമത്തെ ഓപ്ഷൻ പ്രൈമറി ഊസൈറ്റ്
ഡിവിഷൻ അറസ്റ്റഡ് ഇൻ പ്രോഫേസ് 1 സ്റ്റേജ്. നാലാമത്തെ ഓപ്ഷൻ പ്രൈമറി ഫോളിക്കിൾ. ആര് പറഞ്ഞു തരും വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? പെട്ടെന്ന് പറഞ്ഞോ. വാട്ട് ഈസ് ദ റൈറ്റ് ആൻസർ? ഒരു കുഞ്ഞു കുട്ടി, ഒരു ചെറിയ കുട്ടി, ഇന്നുണ്ടായ കുഞ്ഞു കുട്ടി, ഈ കുഞ്ഞു കുട്ടിയുടെ ഓവറി തുറന്നു നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ് ഇറ്റ് വിൽ ബി ഹാവിങ് ദ പ്രൈമറി ഫോളിക്കിൾ. സോ വാട്ട് ഈസ് ഇൻ ദ പ്രൈമറി ഫോളിക്കിൾ? ഒരു പ്രൈമറി യൂസൈറ്റും അതിന് ചുറ്റും വെച്ചിരിക്കുന്ന എന്താണ് ഉണ്ടാവുക? ഫോളിക്കുലർ സെൽസ്. അവിടെ നോക്ക്, ദിസ് സാധനം, ഈ സാധനമാണ് കുട്ടിയുടെ ഓവറിക്കകത്ത് ഉണ്ടാവുക, അല്ലാതെ ഊഗോണി അല്ല, പ്രൈമറി യൂസൈറ്റ് അല്ല, പ്രൈമറി യൂസൈറ്റിൻ്റെ ഡിവിഷൻ അറസ്റ്റ് ചെയ്തല്ല. നാലാമത്തെ സാധനമാണ് ഉത്തരം വരുന്നുണ്ടാവുക. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഒരു കുഞ്ഞി ബേബി ഗേൾ ജനിക്കുന്ന സമയത്ത് ബേബി ഗേൾ ഈസ് ഹാവിങ് ദിസ് തിങ്. ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ബേബി ഗേളിൻ്റെ ഓവറിക്കകത്ത് ഈ സാധനമാണ് ഉണ്ടാവുക. സോ ദിസ് ഈസ് എ വെരി 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 ഇമ്പോർട്ടൻറ്റ് സാധനം. മനസ്സിലാവുന്നുണ്ടോ? അണ്ടർസ്റ്റാൻഡിങ്. ഇത് ഞാൻ പറഞ്ഞതില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. സോ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെടുത്തോ. ഒരു കുഞ്ഞു കുട്ടി വിൽ ബി ഹാവിങ് വാട്ട്? പ്രൈമറി ഫോളിക്കിൾ. റെഡിയാണോ? പവറാണോ? ഉറപ്പാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലാക്കിയെടുത്തോ? ഉറപ്പല്ലേ? സോ നോക്കിക്കോ, ബാക്കി മുന്നോട്ട് പോയിക്കോ. സോ പ്രൈമറി ഫോളിക്കിൾ ഉണ്ട്. സോ ഈ പ്രൈമറി ഫോളിക്കിൾ എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. ഹൗ മെനി പ്രൈമറി ഫോളിക്കിൾ വിൽ ബി ദെയർ? സോ നോക്കിക്കോട്ടോ, എത്ര പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും? അതൊക്കെ നമ്മൾ പഠിക്കാൻ ലേസി പടിയുടെയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. സോ എത്ര പ്രൈമറി ഫോളിക്കിൾ അവിടെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഹാവ് ടു ടെൽ മീ ദാറ്റ് ഇനീഷ്യലി ഇവർ ജനിക്കുന്ന, ഇത് ഫോം ചെയ്യുന്ന സമയത്ത് അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ നമ്മൾ NCERT പറയുന്ന പോലെ കപ്പിൾ ഓഫ് മില്യൺ 2 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവും. 2 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് അവിടെ ഉണ്ടാവും. ഉറപ്പാണല്ലോ അല്ലേ? തേർഡ് എന്താ ആവാത്തതെന്നോ? തേർഡിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ അല്ലേ ഫോർത്ത് ഓപ്ഷൻ? കാരണം ആ ഡിവിഷൻ അറസ്റ്റ് ചെയ്തത് മാത്രമല്ല, അതിന് ചുറ്റും ഒരു എപ്പിത്തീലിയൽ സെൽസും കൂടി വന്നിരിക്കുന്നില്ലേ? ബെറ്റർ ഓപ്ഷൻ ഈസ് ഓൾവേസ് പ്രൈമറി ഫോളിക്കിൾ. ഓക്കെ ആണോ? സോ ദിസ് ഈസ് വാട്ട് ഈസ് 2 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവും. ഇനി ഇവിടെ കേട്ടോ, ഈ 2 മില്യൺ പ്രൈമറി ഫോളിക്കിൾസ്, 2 മില്യൺ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? 2 മില്യൺ അറ്റ് ദ ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ട്? ഫോർമേഷൻ ഓഫ് ഓവറി ഫോം ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നു. ഇനി ഈ കുട്ടി എംബ്രിയോളജിക്കൽ ലൈഫ് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി, ഈ കുഞ്ഞു മോള് ജനിക്കുകയാണ് കേട്ടോ. അറ്റ് ദ ടൈം ഓഫ് ബർത്ത് എത്ര ആയി മാറും എന്നറിയോ? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ദിസ് വിൽ ബി റെഡ്യൂസ്ഡ് ടു 60,000 to 80,000, 60 to 80K ആയിട്ട്, 60 to 80,000 ആയിട്ട് ഈ സാധനം ഡിക്രീസ് ചെയ്യുന്നുണ്ടാവും. എന്ത്? പ്രൈമറി ഫോളിക്കിളിൻ്റെ എണ്ണം. വൈ? ബിക്കോസ് ദർ ഈസ് കണ്ടിന്യൂസ് ഡീജനറേഷൻസ് ആർ ഹാപ്പനിങ്. കണ്ടിന്യൂസ്ലി സെൽസ് എല്ലാം ഡീജനറേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ആൻഡ് അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മൈറ്റോസിസ് ഒന്നുമില്ല. കണ്ടിന്യൂസ്ലി ഡീജനറേഷൻ നടന്നിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സ്ഥിരമായിട്ട് സെല്ലുകൾ ഡെത്ത് ആവുന്നുണ്ട്, സെൽ ഡെത്തുകൾ സംഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ സെൽ ഡെത്തുകൾ സംഭവിക്കുമ്പോൾ നശിച്ചു പോയ സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മൈറ്റോസിസ് ഉണ്ട്. പക്ഷേ ഈ പ്രൈമറി ഫോളിക്കിളിന് മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ഇല്ല. മൈറ്റോസിസ് ഉണ്ടായിരുന്നത് ഊഗോണിയക്കാണ്. ഇവിടെ ഊഗോണിയാസ് ഒന്നും ബാക്കിയില്ലാത്ത കാരണം 60 to 80K ആയിട്ട് ഇത് ഡിക്രീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി നോക്കിക്കോ, ഈ ബർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട്ടി വളർന്നിട്ട് ഈ കുട്ടി ഈസ് ഗോയിങ് അപ്പ് ടു പ്യൂബർട്ടി. ഓക്കെ ആണെന്ന് ആലോചിച്ച് നോക്കിയേ, പ്യൂബർട്ടിയിലേക്ക് എത്തി. അയ്യോ, ഉത്തരം തെറ്റിയോ? സോ നോക്കിക്കോട്ടോ, അതവിടെ NCERT കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈച്ച് പ്രൈമറി യൂസൈറ്റ്, കൃത്യമായിട്ട് നോക്കുക, ഈച്ച് പ്രൈമറി യൂസൈറ്റ് ദെൻ സറൗണ്ടഡ് ബൈ എ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ്. ഈ കവർ ചെയ്ത സെൽസിനെ വിളിക്കുന്ന പേരാണ് ഗ്രാനുലോസ സെൽസ് എന്ന്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ദ പ്രൈമറി ഫോളിക്കിൾ. എ ലാർജ് നമ്പർ ഓഫ് ദിസ് ഫോളിക്കിൾ ഗെറ്റ് ഡീജനറേറ്റഡ് ഡ്യൂറിംഗ് ദിസ് ഫേസ് ഫ്രം ബർത്ത് ടു പ്യൂബർട്ടി. ദെർഫോർ അറ്റ് പ്യൂബർട്ടി എത്ര ഉണ്ടാവുക? അറ്റ് പ്യൂബർട്ടി ദർ ഈസ് 60 to 80,000. അറ്റ് ബർത്ത് അല്ല, അറ്റ് പ്യൂബർട്ടി അവിടെ എത്ര ഉണ്ടാവും? അറ്റ് പ്യൂബർട്ടി ദർ ഈസ് 60 to 80,000 ഉണ്ടാവുള്ളൂ. അറ്റ് പ്യൂബർട്ടി ആകുമ്പോഴത്തേക്കും 60 to 80,000 ആയിട്ട് ഇതിൻ്റെ നമ്പർ കുറഞ്ഞു പോകും. സോ വെൻ ദിസ് ഗേൾ ഈസ് റീച്ചിങ് അറ്റ് ദ ഏജ് ഓഫ് മെനോപോസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രേഷനൊക്കെ നിൽക്കുന്ന ഏജ് ഉണ്ട്. ആ ഏജ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 വർഷമാണ്. സോ ഇത് വല്ലാതെ കുറഞ്ഞു പോയി, ലെസ് ദാൻ 500 അല്ലെങ്കിൽ ലെസ് ദാൻ 100 എന്നുള്ള രൂപത്തിലേക്ക് കുറഞ്ഞു പോകും ഡീജനറേഷൻ കാരണം. സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ഈസ് നോ ഓവം പ്രൊഡക്ഷൻ. അത് കഴിഞ്ഞാൽ പിന്നെ ഓവം പ്രൊഡക്ഷൻ ഇല്ല. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ നമ്പർ കുറഞ്ഞു വരുന്നത് എന്നുള്ള കാര്യമാണ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സാധനം മനസ്സിലാക്കിയെടുക്കുക. അതനുസരിച്ചിട്ട് മാത്രം മുന്നോട്ടേക്ക് പഠിച്ചു പോകുക എന്നുള്ളതാണ് ചെയ്യാനുള്ള കാര്യം. സോ നോക്കിട്ടോ, ഈ കുട്ടി പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇനീഷ്യലി 1 to 2 മില്യൺ ഇവിടെ ഉണ്ടായിരുന്ന സാധനം ഈ കുട്ടി പ്യൂബർട്ടിയിലേക്ക് എത്തുമ്പോഴത്തേക്ക് വെൻ ദിസ് ഗേൾ ഈസ് റീച്ചിങ് പ്യൂബർട്ടി ഇതുപോലത്തെ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവും. വാട്ട് ഈസ് ഇൻസൈഡ് ദ പ്രൈമറി ഫോളിക്കിൾ? ഒരു പ്രൈമറി യൂസൈറ്റ്. ഈ പ്രൈമറി യൂസൈറ്റിൻ്റെ ചുറ്റും എന്തുണ്ടാവും? ദർ വിൽ ബി 1 ലെയർ ഓഫ് വാട്ട് സെൽ? ഗ്രാനുലോസ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ എപ്പിത്തീലിയൽ സെൽസ് ഉണ്ടാവും. സോ ഇതിനെയാണ് നമ്മൾ പ്യൂബർട്ടി എത്തുന്ന സമയത്ത് 60 to 80K ഓഫ് വാട്ട് വിൽ ബി ദെയർ നമ്മുടെ പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ടാവും. പ്രൈമറി ഫോളിക്കിൾസ് ആർ ദെയർ. 60 to 80,000 പ്രൈമറി ഫോളിക്കിൾസ് അവിടെ വെച്ചിട്ടായിരിക്കും മാറിയിരിക്കുന്നുണ്ടാവുക. ആൻഡ് ഈ പ്യൂബർട്ടിയിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ കോംബി റൂം ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പ്യൂബർട്ടി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നോക്കിട്ടോ,
സോ എങ്ങനെയാണ് ഈ സാധനം ഉണ്ടാവുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് പ്യൂബർട്ടി സംഭവിക്കുക എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്യൂബർട്ടി സംഭവിക്കുന്നത് ബൈ ദ ആക്ഷൻ ഓഫ് ഹൈപ്പോ തലാമസ് ആണ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. നമ്മുടെ ഹൈപ്പോ തലാമസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഹൈപ്പോ തലാമസ് ആണ് സെൻസ് ചെയ്യുന്നത്. ബോഡി ഗ്രോ ചെയ്തു, ഉണ്ണി വളർന്നു എന്ന് ആര് പറയും? ഹൈപ്പോ തലാമസ് പറയും. ഹൈപ്പോ തലാമസ് പറയുമ്പോൾ ഹൈപ്പോ തലാമസിൻ്റെ അസിസ്റ്റൻ്റ് ഉണ്ട് പ്യൂബർട്ടി അല്ല, പിറ്റ്യൂട്ടറി. സോ പിറ്റ്യൂട്ടറിനോട് ആര് പറയും? ഹൈപ്പോ തലാമസ് പറയും. ഹൈപ്പോ തലാമസ് പറയും ഗൊണാഡോട്രോപ്പിൻ റിലീസ് ചെയ്തേക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡേ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ കയ്യിലുള്ളൊരു ഹോർമോണാണ് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അതങ്ങ് റിലീസ് ചെയ്യുക എന്ന് പറയുന്ന GnRH എന്ന് പറഞ്ഞ സാധനം ആര് റിലീസ് ചെയ്യും? ഹൈപ്പോ തലാമസ് റിലീസ് ചെയ്യും. GnRH വന്നിട്ട് പിറ്റ്യൂട്ടറിൻ്റെ മേളിൽ ആക്ട് ചെയ്യും. പിറ്റ്യൂട്ടറി വിൽ ബി റിലീസിങ് 2 ഗൊണാഡോട്രോപ്പിൻസ്. ഒരാളുടെ പേര് FSH എന്നാണ്, രണ്ടാമത്തെ പേര് LH എന്നാണ്. നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ആദ്യം ആരെയാണ് റിലീസ് ചെയ്യാന്ന് വെച്ചാൽ മെയിലിനും ഫീമെയിലിനും ഡിഫറെൻ്റ് ആണ്. FSH ആണ് ഓർത്തിരിക്കേണ്ടത്. ഫീമെയിലിൽ ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് റിലീസ് ചെയ്യുന്നത് FSH ആണ്. എഫ് എന്ന് ഓർത്തിരിക്കുക. ഫീമെയിൽ ആദ്യം FSHനെ റിലീസ് ചെയ്യും. അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി ആര്? ഹൈപ്പോ തലാമസ് വിൽ റിലീസ് ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ ഫ്രം ദ ഹൈപ്പോ തലാമസ്. ഇറ്റ് വിൽ ആക്ട് ഓൺ ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഫസ്റ്റ് ഇറ്റ് വിൽ റിലീസ് ദ FSHൻ്റെ പണി തീർന്നു കഴിഞ്ഞാൽ രണ്ടാമത് LH ആയിരിക്കും. സോ ആദ്യം FSHൻ്റെ പണിയാണ് നടക്കാൻ പോകുന്നത് എവിടെ? ഫീമെയിലിൽ. സോ ലുക്ക് അറ്റ് ദാറ്റ് തിങ്. ഈ ഫീമെയിലിൽ എന്തുണ്ട്? there is 60 to 80,000 of primary follicle. At the time of puberty, who is coming to this picture? Your FSH is coming. What is the full form of FSH? Follicle stimulating hormone. എന്താണ് FSHൻ്റെ ഫുൾ ഫോം? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. സോ ഇവിടെ ഉള്ളത് പ്രൈമറി ഫോളിക്കിൾ ആണ്. സോ ഇവന് സ്റ്റിമുലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് അറിയോ മക്കളെ? നോക്കിക്കോട്ടോ. ഈ പ്രൈമറി ഊസൈറ്റ് ഇവിടെ നിൽക്കും. പ്രൈമറി ഊസൈറ്റിൻ്റെ ഡിവിഷൻ പ്രോഫേസ് 1 ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ അറസ്റ്റഡ് ആണ്. ആൻഡ് ഇവൻ സ്റ്റിമുലേറ്റഡ് ആയി കഴിഞ്ഞാൽ ഫോളിക്കിൾ വിൽ സ്റ്റാർട്ട് ടു ഗ്രോ. ഈ ചുറ്റുമുള്ള ഗ്രാനുലോസ സെൽസ് വലുതാവാൻ തുടങ്ങും. ഗ്രാനുലോസ സെൽസിൻ്റെ എണ്ണം കൂടും ആൻഡ് ഗ്രാനുലോസ സെൽസിൻ്റെ നമ്പർ ഓഫ് ലെയേഴ്സും കൂടും. യു ക്യാൻ സീ ദാറ്റ് തിങ്. ഇനീഷ്യലി ഒറ്റ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ 2 ലെയർ ഗ്രാനുലോസ സെൽസ് ആയി. അല്ലെങ്കിൽ ഇറ്റ് വിൽ ബിക്കം 3 ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് ആയി. ഇറ്റ് വിൽ ബി ഫോമിംഗ് 2 to 3 ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഇറ്റ് വിൽ ബി ഫോമിംഗ് വാട്ട്? 2 to 3 ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് അതിൻ്റെ ചുറ്റും. എങ്ങനെയാണ്? ബൈ ഗെറ്റിംഗ് FSH എന്ന് പറഞ്ഞ സാധനം വന്നിട്ട് ഈ ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ FSH വിൽ ഗ്രോ ആൻഡ് ദിസ് ഗ്രോയിങ് FSH വിൽ ബി പ്രൊഡ്യൂസിങ് അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി ഇൻക്രീസിങ് ദ നമ്പർ ഓഫ് ലെയേഴ്സ് ഓഫ് എന്ത്? നമ്മുടെ ഈ പറയുന്ന ഫോളിക്കിളിൻ്റെ ലെയേഴ്സ് കൂട്ടും. എത്ര ലെയേഴ്സ് ആക്കും നോക്കിയിട്ട് പറഞ്ഞോ? ഇറ്റ് വിൽ ബി ഇൻക്രീസിങ് 2 to 3 ലെയേഴ്സ്. ഓക്കെ ആണോ? ഈ 2 to 3 ലെയേഴ്സിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ലെയറിനെ വിളിക്കുന്ന പേര് തീക്ക എന്നാട്ടോ. തീക്ക എന്ന് പറഞ്ഞാൽ ലെയർ എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ കവറിംഗ് എന്നാണ് അർത്ഥം. സോ ഈ തീക്കകളിൽ ഈ ലെയേഴ്സിൽ ഔട്ടർ തീക്കനെ നമ്മൾ വിളിക്കുക. ഏറ്റവും പുറത്തുള്ള തീക്കൽ സെൽസിനെ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട് വിൽ യു കോൾ? വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? തീക്ക എക്സ്റ്റേണ എന്ന് വിളിക്കും. വാട്ട് വിൽ യു കോൾ? തീക്ക എക്സ്റ്റേണ. പുറത്തുള്ള സാധനം ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? തീക്ക എക്സ്റ്റേണ. ആൻഡ് ഉള്ളിലുള്ള സാധനത്തിന് അപ്പോൾ നമ്മൾ എന്ത് വിളിക്കും? വി ക്യാൻ കോൾ ഇറ്റ് ആസ് വാട്ട്? തീക്ക ഇൻടേണ എന്ന് വിളിക്കാൻ പറ്റും. ദാറ്റ് ഈസ് നോൺ ആസ് തീക്ക ഇൻടേണ. തീക്ക എക്സ്റ്റേണ, തീക്ക ഇൻടേണ എന്നുള്ള 2 രൂപത്തിൽ 2 ലെയേഴ്സായിട്ട് 2 ഡിഫറെൻറ്റ് സാധനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇതിനെ തിരിക്കുന്നുണ്ടാവും. സോ ആൻഡ് ദിസ് ഫോളിക്കിൾ, ദിസ് ഈസ് ഓൾസോ എ ഫോളിക്കിൾ. ഈ ഫോളിക്കിളിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് എ സെക്കൻഡറി ഫോളിക്കിൾ. സോ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ പ്രൈമറി ഫോളിക്കിൾ ആൻഡ് സെക്കൻഡറി ഫോളിക്കിൾ? പ്രൈമറി ഫോളിക്കിളിൽ ഒറ്റ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ 2 to 3 ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ ആണോ? 2 to 3 ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്രാനുലോസ സെൽസ് ഓർ ഗ്രോയിങ് ഗ്രാനുലോസ സെൽസിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ ഇവൻ ഒരു ഫീമെയിൽ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് ഈസ്ട്രോജൻ. ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ഈസ്ട്രോജൻ എന്ന് പറഞ്ഞ ഹോർമോൺ സെക്രീറ്റ് ചെയ്യലാണ് ഇവന്മാരുടെ പണി. ആരുടെ പണി? ഗ്രോയിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന ഗ്രാനുലോസ സെൽസിൻ്റെ ഫംഗ്ഷൻ. ആരാണ് ഗ്രാനുലോസ സെൽസിനെ ഗ്രോ ചെയ്യിപ്പിക്കുന്നത്? FSH വിൽ സ്റ്റിമുലേറ്റ് ദ ഗ്രാനുലോസ സെൽസ്. ഗ്രാനുലോസ സെൽസ് വിൽ ഗ്രോ ചെയ്യുന്ന ഗ്രാനുലോസ സെൽസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. എഴുതി വെച്ചോട്ടോ, വളരെ പ്രധാനപ്പെട്ട സാധനമാണ്, വളരെ പ്രധാനപ്പെട്ട സാധനമാണ്. എഴുതി വെച്ചോ. ഇനി എന്താ ചെയ്യാന്നറിയോ? ഇനിയും നമ്മുടെ ഹീറോ മരിച്ചിട്ടില്ല. നിങ്ങളുടെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ FSH ഹീറോ ഇപ്പോൾ വന്നിട്ട് വീണ്ടും സെക്കൻഡറി ഫോളിക്കിളിനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. സെക്കൻഡറി ഫോളിക്കിളിനെ വീണ്ടും സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്ത് പറ്റുമെന്ന് അറിയോ? നിങ്ങൾ നോക്കിക്കോ. സെക്കൻഡറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ആരെന്തുണ്ടായിരുന്നു? പ്രൈമറി ഊസൈറ്റ് ഉണ്ടായിരുന്നു. ഈ പ്രൈമറി ഊസൈറ്റിൻ്റെ ചുറ്റും എന്തുണ്ടായിരുന്നു? യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. പ്രൈമറി ഊസൈറ്റിൻ്റെ ചുറ്റും ഫോളിക്കുലാർ സെൽസ് ഉണ്ടായിരുന്നു. എത്ര ലെയർ ഉണ്ടായിരുന്നു? 2 to 3 ലെയേഴ്സ് ഉണ്ടായിരുന്നു.
ഇപ്പോൾ ഇനി സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 to 3 ലെയേഴ്സിൻ്റെ ഉള്ളിൽ ദർ വിൽ ബി ഫോർമേഷൻ ഓഫ് എ ക്യാവിറ്റി. ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്. എവിടെയാണ് ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്? ഇൻ ബിറ്റ്വീൻ ദ ഗ്രാനുലോസ സെൽസ്. ഗ്രാനുലോസ സെൽസിൻ്റെ നടുവിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റി പ്രത്യക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ്. ഈ ക്യാവിറ്റിൻ്റെ ഉള്ളിൽ ദർ ഈസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഫില്ലിങ്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നുണ്ട്. വെറുതെ ഒരു ഫ്ലൂയിഡ്. ഈ സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡ് അതിൻ്റെ ഇടയിൽ കളക്റ്റഡ് ആയതാണ്. ആക്ച്വലി ഈ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഈസ് നോൺ ആസ് വാട്ട്? ആൻട്രം. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ആൻട്രം. ആൻട്രം എന്ന് പറഞ്ഞൊരു സാധനമായിട്ട് മാറും. സോ ഈ ആൻട്രം ഉള്ള ഈ ഫോളിക്കിളിനെ വി വിൽ ബി കോളിംഗ് ഇറ്റ് ആസ് വാട്ട്? ടെർഷ്യറി ഫോളിക്കിൾ. ദിസ് ഈസ് നോൺ ആസ് വാട്ട് ഫോളിക്കിൾ? ടെർഷ്യറി ഫോളിക്കിൾ. സോ ടെൽ മീ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡറി ഫോളിക്കിൾ ആൻഡ് ടെർഷ്യറി ഫോളിക്കിൾ? ആര് പറഞ്ഞുതരും? സെക്കൻഡറി ഫോളിക്കിളും ടെർഷ്യറി ഫോളിക്കിളും തമ്മിലുള്ള സാധനം ഇവനാണ്. ആരാണ് ഇവൻ? ഇവൻ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ക്യാവിറ്റിയാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ്? ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി ഇവിടെ ഉണ്ട്. ആൻട്രം ഉണ്ട്. ആൻട്രം ഉള്ളവനെയാണ് എന്ത് വിളിക്കുന്നുണ്ടാവുക? ടെർഷ്യറി ഫോളിക്കിൾ എന്ന് വിളിക്കുന്നുണ്ടാവുക. ക്ലിയർ ആണോ? ഞാൻ നിങ്ങളുടെ ചില സാധനങ്ങൾ പൊട്ടിക്കാൻ വേണ്ടി പോട്ടോ, നിങ്ങളുടെ ഐഡിയാസ് ചിലത് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. സോ ഇവിടെ കണ്ടോട്ടോ. സോ ഇവിടെ നമ്മുടെ ഊജനസിസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഊജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ആദ്യം ഈ പെൺകുട്ടി, ഈ മോള് എംബ്രിയോ ആയിരുന്ന സമയത്ത് തന്നെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? ഈ മോള് എംബ്രിയോ ആയിരുന്ന സമയത്ത് തന്നെ കുറേ ഊഗോണിയം ഉണ്ടായിരുന്നു. എല്ലാ ഊഗോണിയും കൂടി ടുഗദറായിട്ട് ഡിഫറൻസിയേഷൻ നടന്നു, അല്ലെങ്കിൽ മെച്ചുറേഷൻ നടന്നു. എല്ലാവരും കൂടി പ്രൈമറി യൂസൈറ്റായി മാറി. പ്രൈമറി യൂസൈറ്റിനെ M1 ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. പ്രോഫേസ് 1 ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ ഡിവിഷൻ അറസ്റ്റ് ചെയ്തു. ഈ പ്രോഫേസ് 1 ഡിപ്ലോട്ടിൻ സ്റ്റേജിൽ ഡിവിഷൻ അറസ്റ്റ് ചെയ്ത ഇയാളുടെ ചുറ്റും വന്നിട്ട് ഒരു ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് വന്നിരുന്നു. സോ അവനെ നമ്മൾ പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. പ്യൂബറിറ്റി ആയപ്പം തുടങ്ങിയപ്പം 2 മില്യൺ ഉണ്ടായിരുന്നെങ്കിലും പ്യൂബറിറ്റിയിൽ 60 to 80,000 ആയിട്ട് നമ്പർ കുറഞ്ഞു പോയി. പ്യൂബറിറ്റി ആയി കഴിഞ്ഞ സമയത്തേക്ക് FSH വന്നിട്ട് പ്രൈമറി ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തു. സോ അവനെന്ത് ചെയ്തു? അവൻ്റെ നമ്പർ കൂടി വന്നു. തീക്ക എക്സ്റ്റേണയും തീക്ക ഇൻറ്റേണയും ഉണ്ടായി. ഗ്രോയിങ് ഫോളിക്കിൾസ് ഈസ്ട്രോജൻ ഫോം ചെയ്തു. 2 to 3 ലെയേഴ്സ് വന്നു. അവനെ നമ്മൾ സെക്കൻഡറി ഫോളിക്കിൾ എന്ന് വിളിച്ചു. അവനെ വീണ്ടും FSH ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്തു. സോ ദാറ്റ് വിൽ ബിക്കം ടെർഷ്യറി ഫോളിക്കിൾ ഉണ്ടായി വിത്ത് ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻട്രം. ആൻട്രം എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ട് സാധനം ഉണ്ടായി. ഇത് ഓക്കെ ആണോ? ക്ലിയർ ആണോ എന്നുള്ള കാര്യം പറഞ്ഞാൽ ഇവിടെ വരെയുള്ള കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് വളരെ സിമ്പിളായിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ വി ആർ ഗോയിങ് ഫോർവേഡ്. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ടെർഷ്യറി ഫോളിക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞോ. ഇനിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനിയാണ് കഥ തുടങ്ങുന്നത്. ഓക്കെ, ഇനിയാണ് കഥ തുടങ്ങുന്നത്. So when it is reaching the tertiary follicle, what is inside the tertiary follicle? നിങ്ങൾക്കറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ ഒരു പ്രൈമറി ഊസൈറ്റ് ഉണ്ട്. അതിൻ്റെ ഡിവിഷൻ എന്ത് ചെയ്തേക്കാണ്? ഡിവിഷൻ അറസ്റ്റഡ് ആണ്. എവിടെ വെച്ചിട്ടാണ് ഡിവിഷൻ അറസ്റ്റ് ചെയ്തത്? പ്രോഫേസ് 1 വെച്ചിട്ട്, മിയോസിസ് 1ൻ്റെ പ്രോഫേസ് 1 വെച്ചിട്ട് ഡിവിഷൻ അറസ്റ്റഡ് ആണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഡിവിഷൻ അറസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമുണ്ട് ഇവിടെ ഇൻസൈഡ് ദ ടെർഷ്യറി ഫോളിക്കിൾ. മനസ്സിലാക്കുക മക്കളെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻസൈഡ് ദ ടെർഷ്യറി ഫോളിക്കിൾ. ടെർഷ്യറി ഫോളിക്കിൾ ആയതിനു ശേഷം മാത്രം മനസ്സിലാക്കുക, ഈ പ്രൈമറി ഊസൈഡ് വിൽ കണ്ടിന്യൂ ഇറ്റ്സ് M1 ഡിവിഷൻ. അത് കഴിഞ്ഞതിന് ശേഷം M1 ഡിവിഷൻ കണ്ടിന്യൂ ചെയ്യും. M1 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ ലാർജ് സെൽ ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ വെരി സ്മോൾ സെൽ. ഒരു ലാർജ് സെല്ലും ഒരു വളരെ ചെറിയ സെല്ലും പ്രൊഡ്യൂസ് ചെയ്യും. ലാർജ് സെൽ ഈസ് നോൺ ആസ് സെക്കൻഡറി ഊസൈറ്റ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. സ്മോൾ സെൽ ഈസ് നോൺ ആസ് എ ഫസ്റ്റ് പോളാർ ബോഡി. സോ വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് ദ സെക്കൻഡറി ഊസൈറ്റ്? What is the site of formation of the secondary oocyte? What is the site of formation of the first polar body? എവിടെ വെച്ചിട്ടാണ് ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നത്? എവിടെ വെച്ചിട്ടാണ് സെക്കൻഡറി ഊസൈറ്റ് ഫോം ചെയ്യുന്നത്? നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു തന്നെ. ദാറ്റ് ഈസ് ഫോംഡ് ഇൻസൈഡ് ദ ടെർഷ്യറി ഫോളിക്കിൾ. ടെർഷ്യറി ഫോളിക്കിളിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് നടക്കുക. സോ പ്രൈമറി ഫോളിക്കിൾ കഴിഞ്ഞ് സെക്കൻഡറി ഫോളിക്കിൾ കഴിഞ്ഞ് ടെർഷ്യറി ഫോളിക്കിൾ എത്തുന്ന സമയത്ത് ദ M1 ഡിവിഷൻ വിൽ ബി കംപ്ലീറ്റഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഫോമിങ് എ സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് എ ഫസ്റ്റ് പോളാർ ബോഡി. ഇറ്റ് ഈസ് ഫോമിങ് എ സെക്കൻഡറി യൂസൈറ്റ്. വലിയ സെല്ല് സെക്കൻഡറി യൂസൈറ്റ്, കുഞ്ഞ് സെല്ല് ഫസ്റ്റ് പോളാർ ബോഡി. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ്? ഇവന് സൈറ്റോപ്ലാസം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സാധനം സെറ്റ് ചെയ്യാനാണ്. ക്ലിയർ ആണോ? റെഡിയാണോ? ഉഷാറാണോ? കൺഫ്യൂഷൻസ് ഉണ്ടോ? ആലോചിച്ച് നോക്കിക്കേ. റെഡിയല്ലേ? പെട്ടെന്ന് പറഞ്ഞോ. ഇത് റെഡി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞാൻ ഇവിടെ മാറ്റാൻ വേണ്ടി പോവാണ്, സെല്ലിനെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇത്രയും നേരം ഇതിൻ്റെ ഉള്ളിലിരുന്ന ആൾ ഫസ്റ്റ് പ്രൈമറി യൂസൈറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ പ്രൈമറി യൂസൈറ്റിനെ മാറ്റിയിട്ട് ഐ ആം ഗോയിങ് ടു റീഡ്രോ ദിസ് സെൽ. ഈ സെല്ലിനെ റീഡ്രോ ചെയ്തിട്ട് ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് എ സെക്കൻഡറി യൂസൈറ്റ്. ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് വാട്ട്? സെക്കൻഡറി യൂസൈറ്റ്. ക്ലിയർ ആണോ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്ക്. റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്ക്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇസ് ദാറ്റ് ഓക്കെ?
റെഡിയാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ഉഷാറാണെന്ന് മനസ്സിലാവുന്നുണ്ട്, ഈ സാധനം നടക്കുന്നുണ്ട്. ഇനി എന്താ നടക്കുന്നുണ്ടാവുക? ഇനി നമ്മുടെ ഹീറോ മുന്നോട്ട് വരാൻ പോവാണ്. ആരാ നമ്മുടെ ഹീറോ എന്നറിയോ? നമ്മുടെ ഹീറോ FSH ആണ്. FSH ആയ നമ്മുടെ ഹീറോ വന്നിട്ട് വീണ്ടും ടെർഷറി ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ദാറ്റ് ദ ടെർഷറി ഫോളിക്കിൾ വിൽ ബി അഗെയിൻ സ്റ്റിമുലേറ്റഡ് ബൈ ദ FSH ആൻഡ് ദ ടെർഷറി ഫോളിക്കിൾ ഈസ് ഗോയിങ് ടു ഗ്രോ അഗെയിൻ. സീ ദാറ്റ്, അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ ടെർഷറി ഫോളിക്കിൾ വീണ്ടും ഗ്രോ ചെയ്യാൻ വേണ്ടി പോവാണ്. ടെർഷറി ഫോളിക്കിൾ ഗ്രോ ചെയ്തിട്ട് ടെർഷറി ഫോളിക്കിൾ ഈസ് ഗോയിങ് ടു ഗീവ് റൈസ് ടു ദ ലാർജസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി. ഏതാ ലാർജസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ആണെന്നറിയോ? ദാറ്റ് ഈസ് നോൺ ആസ് GF ഫോർ ജിറാഫ് അല്ല, ദാറ്റ് ഈസ് ഫോർ വാട്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ. മനസ്സിലാക്കുന്നുണ്ടോ മക്കളെ? ഏറ്റവും വലിയ ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ഉണ്ടാവാൻ വേണ്ടി പോവാണ്. ദ ബിഗ്ഗസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ഏതാ മക്കളെ? ബിഗ്ഗസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ദാറ്റ് ഈസ് നോൺ ആസ് യുവർ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവാൻ വേണ്ടി പോവാണ്. സോ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിൽ ഒരു സെല്ലുണ്ടാവും. സോ ഹിയർ ചില ആൾക്കാർക്കൊക്കെ ഒരു വേദന തോന്നും. കാരണം എന്താണെന്നറിയോ? അവർ വിചാരിച്ചിരുന്നത് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലിരുന്ന സെല്ല് എന്തായിട്ടാണ് വിചാരിച്ചിരുന്നത്? ഓവമായിട്ടാണ് വിചാരിച്ചിരുന്നത്. അല്ല, ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലിരിക്കുന്ന സെല്ല് സെക്കൻഡറി യൂസൈറ്റാണ്. യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് സെക്കൻഡറി യൂസൈറ്റാണ്. ഈ ഒരു കുഞ്ഞു സെല്ലും കൂടി അവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് എ ഫസ്റ്റ് പോളാർ ബോഡിയാണ്. ഈ രണ്ട് സെൽസാണ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലുണ്ടാവുക. ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലുണ്ടാവുന്നത് എന്താണ് ഉണ്ടാവുക? ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലുണ്ടാവുന്നത് സെക്കൻഡറി യൂസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡിയാണ് ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ? റെഡിയാണോ എന്ന് ആലോചിച്ച് നോക്കി, ഉറപ്പാണെന്ന് ആലോചിക്കുക. സോ ഈ സാധനം പഠിപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. വൈ? ബിക്കോസ് നമ്മുടെ കുറച്ച് മിസ്കൺസെപ്റ്റുകൾ നമുക്ക് എളുപ്പത്തിൽ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. സോ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഈ സാധനം സെക്കൻഡറി യൂസൈറ്റിൻ്റെ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് സെക്കൻഡറി ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഏറ്റവും മെച്ചുവർ ഫോളിക്കിളിൻ്റെ ഈ ഫോളിക്കിളിൻ്റെ പേരാണ് കേട്ടോ. ദിസ് മെച്ചുവർ ഫോളിക്കിളിൻ്റെ പേരാണ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ. ഈ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ഗ്രാഫിയൻ ഫോളിക്കിൾ, ഓർ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ മെച്ചുവർ ഫോളിക്കിൾ. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ആൻഡ് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സാധനം ദാറ്റ് ഈസ് എ സെക്കൻഡറി യൂസൈറ്റ് ആൻഡ് ദ ഫസ്റ്റ് പോളാർ ബോഡിയാണ്. ഉറപ്പല്ലേ? കൺഫ്യൂഷനില്ലല്ലോ? കൺഫ്യൂഷനൊന്നുമില്ലല്ലോ? അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നില്ലേ? കാര്യങ്ങൾ ഓർക്കെയാണ്, ഉറപ്പാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ബാക്കി മുന്നോട്ട് പോട്ടെ. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഉഷാറായിട്ട് മുന്നോട്ട് പോകും. ആരൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കോംബിയുടെ ടൈം ടേബിൾ കിട്ടുമോ? നോക്കുക, ഇവിടെ കോംബി കോച്ചിൻ്റെ നമ്പർ നിങ്ങൾക്ക് ഇത് അവിടെ കാണിക്കുന്നുണ്ട്. കോംബി കോച്ചിൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് കോംബി ടൈം ടേബിൾ അയച്ചു തരുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംബി ടൈം ടേബിൾ അയച്ചു തരും. സോ വളരെ സിമ്പിളാണ് കോംബി ടൈം ടേബിൾ എങ്ങനെ കിട്ടാമെന്നുള്ള കാര്യം. സോ ദിസ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് വാട്ട്? ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ നടുവിലുണ്ട്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാകുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് തിങ്. വാട്ട് വാസ് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഗ്രോയിങ് ഫോളിക്കുലർ സെൽസ്? നിങ്ങൾക്കറിയാം ഗ്രോയിങ് ഫോളിക്കുലർ സെൽസ് ഈസ്ട്രോജൻ ഉണ്ടാക്കലായിരുന്നു. സോ ആര് ചെയ്യും? സെക്കൻഡറി ഫോളിക്കിൾ ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദ ടെർഷറി ഫോളിക്കിൾ വാസ് ഓൾസോ ഫോമിങ് ഈസ്ട്രോജൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് ഓൾസോ ഫോമിങ് ഈസ്ട്രോജൻ. സോ ആരാണ് കൂടുതൽ ഈസ്ട്രോജൻ ഉണ്ടാക്കുക? നോക്കിക്കോട്ടോ, ആരാണ് കൂടുതൽ ഈസ്ട്രോജൻ ഉണ്ടാക്കുക എന്നുള്ള കാര്യം. നമുക്ക് എത്ര ഫോളിക്കിൾസ് ഉണ്ടായിരുന്നു? ദർ വാസ് പ്രൈമറി ഫോളിക്കിൾ ദർ ഈസ് നോ ഈസ്ട്രോജൻ. ഒട്ടും ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യില്ല. ഇവൻ കുഞ്ഞനാണ്, വളരെ ചെറിയവനാണ്. ഇവനെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇവനെ FSH സ്റ്റിമുലേറ്റ് ചെയ്യും. ഇവനെ FSH സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഇവൻ ആരായിട്ട് മാറും? ഹി വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡറി ഫോളിക്കിൾ ആയിട്ട് മാറും. റെഡിയാണോ? സെക്കൻഡറി ഫോളിക്കിൾ വിൽ സ്റ്റാർട്ട് ടു പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇവൻ എന്തായിട്ട് മാറും? ടെർഷറി ഫോളിക്കിൾ ആയിട്ട് മാറും. എപ്പോഴാണ് ടെർഷറി ഫോളിക്കിൾ ആയിട്ട് മാറുന്നത്? ഇവനെ FSH സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ടെർഷറി ഫോളിക്കിൾ വിൽ ഓൾസോ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ. ആൻഡ് ഇവനെ വീണ്ടും FSH സ്റ്റിമുലേറ്റ് ചെയ്യും. സോ എന്ത് ചെയ്യും? സോ ദിസ് വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു ഗ്രാഫിയൻ ഫോളിക്കിൾ വിൽ ഓൾസോ പ്രൊഡ്യൂസ് ഈസ്ട്രോജൻ. സോ ആരാണ് ബിഗ്ഗസ്റ്റ് ഫോളിക്കിൾ? ആരാണ് കൂടുതൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുക? നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ ഒരു അളവിൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവൻ കുറേയും കൂടി ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഹീ പ്രൊഡ്യൂസസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ ഇൻ ദ ഫീമെയിൽ ബോഡി. ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? റെഡിയാണോ? പോളാർ ബോഡിക്ക് എന്ത് പറ്റും? പറയാം. സോ ഇത് ഉറപ്പായിട്ടും ഉഷാറായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫിയൻ ഫോളിക്കിൾ ഇസ് ദ ബിഗ്ഗസ്റ്റ് ഫോളിക്കിൾ ഓഫ് ദ ഫീമെയിൽ ബോഡി ആൻഡ് ഇറ്റ് പ്രൊഡ്യൂസസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ഈസ്ട്രോജൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാഫിയൻ ഫോളിക്കിൾ. കുത്തിക്കോ, ഉത്തരം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഉറപ്പായിട്ടും ദിസ് ഈസ് ദ ആൻസർ ഫോർ യു. ഓക്കെ അല്ലേ? സോ മനസ്സിലാക്കിക്കോ മക്കളെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതാ ഇവിടെ പിടിച്ചോ. സോ ദിസ് ഈസ് ഇറ്റ്. ആൻഡ് ഗ്രാഫിയൻ ഫോളിക്കിളൂടെ ഫോം ചെയ്തു വന്നു. ഇനി വാട്ട് ഈസ് ഹാപ്പനിങ്? സോ ഗ്രാഫിയൻ ഫോളിക്കിൾ ഫോം ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഇതെവിടെ കേട്ടോട്ടോ, എവിടെ പോയി നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളൊക്കെ ഓടി? ഇല്ല. ഗ്രാഫിയൻ ഫോളിക്കിൾ പ്രൈമറി ഫോളിക്കിൾ നോക്കിക്കോട്ടോ. ഇവിടെ പ്രൈമറി ഫോളിക്കിൾ വന്ന് സെക്കൻഡറി ആയി, ടെർഷറി ഗ്രാഫിയനായി ഇങ്ങനെ നിൽക്കുകയാണ്. സോ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ FSHൻ്റെ പണി കഴിഞ്ഞു, ജോലി കഴിഞ്ഞു. FSHൻ്റെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ വരും. ആരാ വരുന്നുണ്ടാവുക? LH. സീ ദാറ്റ് തിങ്.
LH വന്നു. LH നായകനാണോ വില്ലനാണോ? മിഡിലിൽ ഇൻ്റർവെല്ലിന് തൊട്ട് മുന്നേ കടന്നു വരാൻ വേണ്ടിയിട്ട് നോക്കിയോ, FSH മൊത്തം പണി തീർത്തിരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു വരാണ് നമ്മുടെ ആൾ. ആരാ വരുന്നത്? LH കടന്നു വരാണ്. സോ വാട്ട് ഈസ് ദിസ് LH വിൽ ഡു? LH വെറുതെ അല്ല വരുന്നത്. LHന് മാസ് ഇൻട്രോ ഉള്ളത്, വളരെ ഹൈ എമൗണ്ടിൽ LH വരുന്നുണ്ടാവുക. LH ഇങ്ങനെ ഒറ്റയടിക്ക് മാസീവ് ബൾജ് എമൗണ്ട് LH ഇങ്ങനെ അണക്കെട്ട് പൊട്ടിയാലും LH ഇങ്ങോട്ട് വരും. സോ ദാറ്റ് ഈസ് നോൺ ആസ് LH സർജ് എന്നാണ് വിളിക്കുക. LH സർജ് ഉണ്ടായി കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് അറിയാം മക്കളെ? LH വന്നിട്ട് നേരെ ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങോട്ട് ഇടിക്കും. LH ഗ്രാഫിയൻ ഫോളിക്കിളിന് ഇടിച്ചാൽ വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്ന് അറിയാം മക്കളെ? ഗ്രാഫിയൻ ഫോളിക്കിൾ അങ്ങ് പൊട്ടും. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാം മക്കളെ? ഇതിനുള്ളിലുള്ള സംഗതികൾ പുറത്തേക്ക് പോകും. ഈ പുറത്തേക്ക് പോകുന്ന മക്കളെ പരിപാടിക്ക് വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാം മക്കളെ? ഓവുലേഷൻ എന്ന് വിളിക്കും. ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഓവുലേഷൻ എന്ന് വിളിക്കും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിംഗ്. സോ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടാക്കുന്നത് ആരാണ്? ഉണ്ടാക്കുന്നത് FSH ആണ്. എങ്ങനെ ഉണ്ടാക്കിയത്? പ്രൈമറിനെ സെക്കൻഡറി ആക്കി, സെക്കൻഡറിനെ ടെർഷറി ആക്കി, ടെർഷറിനെ ഗ്രാഫിയൻ ആക്കി. ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആര് വരും? LH വരും. LH വെറുതെയാണോ വരിക? LH മാസി വരവാണ് വരിക. LH സർജറി ഒറ്റ പൊട്ടിക്കലാണ്. ആരെ പൊട്ടിക്കും? ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കും. ഗ്രാഫിയൻ ഫോളിക്കിൾ ഒറ്റ പൊട്ടിക്കൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ പുറത്തേക്ക് പോകും. ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ഓവുലേഷൻ. സോ ഞാനിവിടെ പറയാണ്, ഐ എം ഗോയിങ് ടു സ്റ്റേറ്റ് എ സ്റ്റേറ്റ്മെൻറ്റ് ലൈക്ക് ദാറ്റ് ഈസ് ദ ovulation is the process of release of dash. പെട്ടെന്ന് ഫുൾ ചെയ്തോ. Ovulation is the process of release of dash. പെട്ടെന്ന് പറഞ്ഞോ, എന്താണ് ഓവുലേഷനിൽ റിലീസ് ചെയ്യുന്ന സാധനം? പെട്ടെന്ന് പറഞ്ഞോ. നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഉത്തരം പറയാൻ പറ്റും. നിങ്ങൾ ഒറ്റയടിക്ക് പറയുന്ന ഉത്തരം, സപ്പോസ് ചില ആളുകൾ പറയും ഓവം എന്ന് പറയും. റോങ് ആണ്. ഇവിടെ ഓവം ഫോം ചെയ്തിട്ടില്ല മക്കളെ, മനസ്സിലാക്കി നോക്കിക്കേ. അവിടെ ഓവം ഫോം ചെയ്തിട്ടില്ല. അവിടെ എന്തേ ഫോം ചെയ്തിട്ടുള്ളൂ? അവിടെ സെക്കൻഡറി ഊസൈറ്റും ഫസ്റ്റ് പോളാർ ബോഡിയും മാത്രമേ ഫോം ചെയ്തിട്ടുള്ളൂ. സോ ഓവുലേഷനിൽ പുറത്തേക്ക് വരുന്ന സാധനം, ദിസ് ഈസ് വാട്ട് ഈസ് സെക്കൻഡറി യൂസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡിയാണ് പുറത്തേക്ക് വരുന്നത്. അതല്ലാതെ വേറെ ഒരു കുന്തവും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്നില്ല. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. ഓവുലേഷൻ ഈസ് എ പ്രോസസ് ഓഫ് റിലീസ് ഓഫ് സെക്കൻഡറി യൂസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി. ഇത്രയും കാലം നമ്മൾ പഠിച്ചു വെച്ച സാധനങ്ങൾക്ക് ഒരു എതിരായിരിക്കാം ഇത്. ഒരു പക്ഷേ നിങ്ങൾ യാതൊരു കാരണവശാലും സംശയിക്കേണ്ട. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഇതാണ് സംഭവിക്കുന്നുണ്ടാവുക. ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിങ് ഹിയർ. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ഓവം, വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ സെക്കൻഡറി യൂസൈറ്റ്. സെക്കൻഡറി യൂസൈറ്റ് പുറത്തേക്ക് റിലീസ് ചെയ്യും. എവിടെ നിന്ന് റിലീസ് ചെയ്യും? നമ്മുടെ ഓവറിയിൽ നിന്ന് പുറത്തേക്ക് റിലീസ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് ഓവുലേഷൻ. സോ ലെറ്റ് മീ ഡ്രോ ദാറ്റ്. ഓക്കെ, ഞാനത് വായിക്കാൻ വേണ്ടി പോവാണ്. ഐ ഹാവ് ടു കം ബാക്ക് ടു ദ ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ ഞാനൊന്ന് വരയ്ക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിയിട്ട്. സോ ലെറ്റ് മീ ഡ്രോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഫോർ യു. റൈറ്റ്, ഇത് കഴിഞ്ഞ കോംബി സെഷനിൽ ഞാൻ ഈ സ്ട്രക്ചർ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. സോ ദിസ് ഈസ് യൂട്രസ്, ഓക്കെ ആണോ? ദിസ് ഈസ് വജൈന, ദിസ് ഈസ് എക്സ്റ്റേണൽ ജെനറ്റേലിയ, ഫലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ ഉണ്ടാവും. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ഫലോപ്പിയൻ ട്യൂബ് ഫോർ യു. റെഡി ആണോ? ദിസ് ഈസ് ദ നെക്സ്റ്റ് ഫലോപ്പിയൻ ട്യൂബ് ഫോർ യു. ആൻഡ് ഹിയർ ഈസ് വാട്ട് ഈസ് ദർ ഈസ് ഇൻസൈഡ് ദാറ്റ് പറഞ്ഞോ, ദർ ഈസ് ഓവറി ഉണ്ട്. ദിസ് ഈസ് വൺ ഓവറി. ആൻഡ് ഇപ്പുറ സൈഡിൽ അടുത്ത ഓവറി ഉണ്ട്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓവറിയിൽ നിന്ന് പുറത്തേക്ക് ഒരു സാധനം ഭൂം എന്ന് തെറിച്ച് വരും. ദാറ്റ് ഈസ് ദ പ്രോസസ് ഈസ് നോൺ ആസ്. പുറത്തേക്ക് വരുന്ന സാധനത്തിന് ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് വാട്ട് വിൽ യു കോൾ? വി വിൽ ബി കോളിംഗ് ദിസ് ഈസ് നോൺ ആസ് വാട്ട്? ഓവുലേഷൻ. ഓവുലേഷനിൽ ഈ പുറത്തേക്ക് തെറിച്ച് വന്ന് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ആളുടെ പേര്. ഹൂ ഈസ് കമ്മിങ് ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഫ്രം ദ ഓവറി. പഠിച്ചോ മക്കളെ, പെട്ടെന്ന് പഠിച്ചോ. ഹൂ ഈസ് കമ്മിങ് ഫ്രം ദ ഫലോപ്പിയൻ ട്യൂബ് ടു ഫ്രം ദ ഓവറി ടു ദ ഫലോപ്പിയൻ ട്യൂബ്. ഓവറിയിൽ നിന്ന് ഫലോപ്പിയൻ ട്യൂബിലേക്ക് കടന്നു വരുന്നത് ആരാണ്? ഈ കടന്നു വരുന്ന ആളുടെ പേര് കേട്ടോ, അവർ സൂപ്പർ ഹീറോ ഈസ് നോൺ ആസ് സെക്കൻഡറി യൂസൈറ്റ്. വളരെ സിമ്പിളാണ്. ആൻഡ് ഓൾസോ ഇവൻ്റെ കൂടെ ഒരു കുഞ്ഞനും കൂടി വരും. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് പോളാർ ബോഡി. ഈ സെക്കൻഡറി യൂസൈറ്റും കുഞ്ഞനും മാത്രമാണ് ഫലോപ്പിയൻ ട്യൂബിലേക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ഫലോപ്പിയൻ ട്യൂബിലേക്ക് വരുമ്പോഴത്തേക്കും ഇനി ഇവിടെ ഒരു പ്രേമ കാവ്യമാണ് നടക്കാൻ പോകുന്നത്. നമ്മുടെ സുന്ദരിയായ രാജകുമാരി, സുന്ദരിയായ യുവതി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി അവളുടെ കാമുകനെ തേടിയിട്ട് വഴിയിൽ കാത്തിരിക്കാൻ വേണ്ടി പോവാണ്. ആരാണ് ഇവൻ്റെ കാമുകൻ? ഈ പുറത്തേക്ക് ഇറങ്ങുന്ന സെക്കൻഡറി യൂസൈറ്റിൻ്റെ കാമുകൻ ആരാണ്? കാമുകൻ സെക്കൻഡറി യൂസൈറ്റുള്ള വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഓവുലേഷനിൽ പുറത്തേക്ക് ഇറങ്ങുന്ന റോട്ടിൽ കടന്ന് നിൽക്കുകയാണ് കാമുകനെ കാത്തിട്ട്. ആരാണ് കാമുകൻ? കാമുകൻ ദാ ഇവിടെ നിന്ന് വരും. ആര് വരും? സോ ദാറ്റ് ഈസ് എ സ്പേം. സപ്പോസ് ഇഫ് ദ സ്പേം ഈ ഒരു സമയത്ത് നമ്മുടെ ഫീമെയിൽ ജനൈറ്റൽ ബോഡിയിലേക്ക് ആഫ്റ്റർ സെക്ഷൽ ഇൻ്റർകോഴ്സ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്കറിയാം ദർ ഇസ് എ പ്രോസസ് ദാറ്റ് ഈസ് നോൺ ആസ് സെക്ഷൽ ഇൻ്റർകോഴ്സ്. ഒരു മെയിലും ഫീമെയിലും കൂടി മേറ്റ് ചെയ്യാണ്. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് മീറ്റിംഗ്, അറ്റ് ദ എൻഡ് ഓഫ് സെക്ഷൽ ഇൻ്റർകോഴ്സ്, ദ മെയിൽ പാർട്ണർ വിൽ ഇജാക്കുലേറ്റ് സ്പേം ഇൻ ടു ദ ഫീമെയിൽ ജനൈറ്റൽ ബോഡി. ആൻഡ് ഫീമെയിൽ ജനൈറ്റൽ ട്രാക്റ്റിലേക്ക് സ്പേം വന്ന് ദി സ്പേം ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ സ്വിം ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് രസമുള്ള മൊമെൻ്റാന്ന് ആലോചിക്കുക. മറ്റേ ദിൽവാലെ ദുൽഹലെ ലേ ജായേങ്കയിലുള്ള പോലെ DDLJ ഇങ്ങനെ അങ്ങനെ അല്ലേ ഓടി ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ പെണ്ണും ചെക്കനും കൂടി ഇങ്ങനെ കണ്ടുമുട്ടണ ആ ഒരു
അടിപൊളിയായിട്ടുള്ള മൊമെൻറ്റ്, നമ്മുടെ കഥയുടെ ക്ലൈമാക്സ്, അങ്ങനത്തെ ക്ലൈമാക്സ് സംഭവിക്കുകയാണെങ്കിൽ സീ ദാറ്റ് തിങ്, ജസ്റ്റ് ഇമാജിൻ അങ്ങനെ സെക്കൻഡറി യൂസൈറ്റ് ഇവിടെ കാത്തു നിന്ന് സപ്പോസ് സെക്കൻഡറി യൂസൈറ്റിന് ഇഫ് സ്പേം കംസ്, യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ്, സ്പേം കം ചെയ്യുകയാണെങ്കിൽ, സ്പേം അങ്ങോട്ട് വരികയാണെങ്കിൽ, ഇഫ് ദ സ്പേം കംസ് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്, ആ സ്പേം അങ്ങോട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്, സെക്കൻഡറി യൂസൈറ്റ് വിൽ അണ്ടർഗോ M2 division and it will be producing an ovum, ഓക്കെ ആണോ, ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ദ സെക്കൻഡ് പോളാർ ബോഡി. ഈ സമയത്ത് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പേം വന്നാൽ മാത്രം, സ്പേം വന്നില്ലെങ്കിലോ, സ്പേം വന്നില്ലെങ്കിൽ ആ ദിൽഹാലെ ദുൽവലിയ ജലേജായെങ്കിലൊക്കെ പോയിട്ട് ആകെ സാഡ് സ്റ്റോറി ആവും. മറ്റേ എന്നിലാൽ പടച്ച വെണ്ണയില്ലേ, ഏതാണ് മുക്കത്തെ കാഞ്ചനമാല, ആ സീനിലേക്കായി പോവും. എന്ത് പറ്റുമെന്ന് വെച്ചാൽ സെക്കൻഡറി യൂസൈറ്റ് കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കും. ഇഫ് നോ സ്പേം കംസ് 24 hour ഈ പെൺകുട്ടി ഈ റോട്ടിലിങ്ങനെ കാത്തു നിൽക്കും. ആൾ വന്നില്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എന്ത് സംഭവിക്കാമെന്നറിയോ, ഹാർട്ട് ബ്രേക്കായി പോവും, ഹൃദയം പൊട്ടി ആര് മരിച്ചു പോവും, സെക്കൻഡറി യൂസൈറ്റ് വിൽ ഡൈ. എവിടെ മരിച്ചു വീഴും, സെക്കൻഡറി യൂസൈറ്റിൻ്റെ ഹൃദയം പൊട്ടി സെക്കൻഡറി യൂസൈറ്റ് ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട് മരിച്ചു വീഴും. ജസ്റ്റ് ഇമാജിൻ വാട്ട് ഈസ് ഹാപ്പനിങ്, സോ പത്തറ്റിക്. ആലോചിച്ച് നോക്കിക്കേ. സോ സെക്കൻഡറി യൂസൈറ്റ് ഈസ് ഹാവിങ് 2 ഫേറ്റ്, 2 വിധിയാണ് സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടാവുക. സെക്കൻഡറി യൂസൈറ്റ് അവളുടെ സ്വപ്നത്തിലെ രാജകുമാരനെയും തേടി വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി വഴിയിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഇഫ് ദ സ്പേം കംസ്, അവളുടെ സ്വപ്നത്തിലുള്ള രാജകുമാരൻ അവളെ തേടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് സെക്കൻഡറി യൂസൈറ്റ് രണ്ടും കൽപ്പിച്ച് മിയോസിസ് 2 ചെയ്തിട്ട് ഓവമായി മാറും, അല്ലെങ്കിൽ സെക്കൻഡ് പോളാർ ബോഡീനോട് കൊടുക്കും. ആൻഡ് അവളുടെ ജീവിതത്തിൽ ആ ഒരു സംഭവം സംഭവിച്ചില്ല. ഇഫ് നോ സ്പേം വന്നില്ലെങ്കിൽ അവളുടെ ഹൃദയം, അവളുടെ പ്രണയം പൊട്ടിത്തകർന്ന് ആ വിഷമത്തിൽ സെക്കൻഡറി യൂസൈറ്റ് വിൽ ഡൈ. എത്ര സമയം കൊണ്ട് മരിച്ചു പോവും പാവം, 24 hour കൊണ്ട് പാവം മരിച്ചു പോവും. സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ട് യു ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സെക്കൻഡറി യൂസൈറ്റ് വിൽ ഡൈ ഇൻ 24 hours. ഈസ് ദാറ്റ് ഓക്കെ മക്കളെ? റെഡി ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇത്രയും സിമ്പിളാണ്, ഇത്രയേ ഉള്ളൂ, ഇത്രയേ ഞാൻ പറഞ്ഞുള്ളൂ, വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഈസ് ദാറ്റ് ഓക്കെ? മനസ്സിലായോ എന്ന് നോക്കിക്കേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചോ. സോ ലെറ്റ് മീ ഡ്രോ ദിസ് തിങ്, ഓക്കെ ആണോ? നമ്മളിപ്പോൾ പറഞ്ഞ മൊത്തം കഥാപ്രസംഗവും കൂടി ഞാനൊരു ഫ്ലോ ചാർട്ടായിട്ട് അങ്ങ് വരച്ച് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ഇഷ്ടമാവുമോ എന്ന് നോക്കുക. ആലോചിച്ച് നോക്കുക. സോ ഇവിടെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെറപറാന്ന് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നോക്കിക്കോ, phase 1, phase 2, phase 3, 3 ഫേസിലായിട്ട് ഞാൻ വരയ്ക്കാൻ വേണ്ടി പോവാണ്. സോ ദർ ഈസ് വാട്ട് ഈസ് സംതിങ് ദാറ്റ് ഈസ് നോൺ ആസ് ഊഗോണിയ. ഓൾ ഊഗോണിയ, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഓൾ ഊഗോണിയ together ആയിട്ട് ഒരുമിച്ച്, all oogonia together undergo maturation and it will be converted into primary oocyte and all primary oocyte will be starting the M1 division. ready ആണോ? all primary oocyte will be starting what? M1 division and M1 division will be arresting in the prophase 1. ഏത് ഫേസിലാ? ഡിപ്ലോട്ടീൻ ഫേസിൽ അറസ്റ്റഡ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ വരെയുള്ള ഈ ഫേസിനെയാണ് we will be calling phase 1 എന്ന് വിളിക്കുക. this is happening in the embryological age, in the embryo of the female. ഓക്കെ ആണോ? ഫീമെയിൽ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമാണ്. ഇനി വാട്ട് ഈസ് ഹാപ്പനിങ് നെക്സ്റ്റ് ആലോചിച്ച് നോക്കിക്കോ. പറഞ്ഞോ, ഈ ഫീമെയിൽ പ്യൂബറിറ്റി എത്തിക്കഴിഞ്ഞാൽ ആഫ്റ്റർ പ്യൂബറിറ്റി വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? 2-3 ഫോളിക്കിൾസ് ഉണ്ടായി വരും അല്ലേ. ആദ്യം പ്രൈമറി ഫോളിക്കിളായിരുന്നു എംബ്രിയോ ലൈഫിൽ തന്നെ വെച്ചിട്ട് എന്തുണ്ടാവും? പ്രൈമറി ഫോളിക്കിൾ ഉണ്ടാവും. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? ഈ പ്രൈമറി ഫോളിക്കിൾ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് സെക്കൻഡറി ഫോളിക്കിൾ ആവും ആൻഡ് വെൻ ഇറ്റ് വിൽ ബി റീച്ചിങ് ദ ടെർഷറി ഫോളിക്കിൾ ആവും. ടെർഷറി ഫോളിക്കിൾ ആവുന്ന ഈ സമയത്ത് വാട്ട് ഇറ്റ് വിൽ ബി ഒക്കറിങ്? പറഞ്ഞോ മക്കളെ, എന്താ സംഭവിക്കുന്നുണ്ടാവുക? ടെർഷറി ഫോളിക്കിൾ വെച്ചിട്ട് എന്താ സംഭവിക്കുക? പറഞ്ഞോ, നിങ്ങൾക്ക് അറിയാലോ എന്താ സംഭവിക്കുന്നുണ്ടാവുക? പ്രൈമറി ഊസൈറ്റ് വിൽ കംപ്ലീറ്റ് ഇറ്റ്സ് M1 division and it will be producing what? പറഞ്ഞ മക്കളെ, എന്താ പ്രൊഡ്യൂസ് ഉണ്ടാവും? ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് സെക്കൻഡറി യൂസൈറ്റ് ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് ദ ഫസ്റ്റ് പോളാർ ബോഡി. എപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും? സോ ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ഈ സെക്കൻഡ് സ്റ്റേജ് എപ്പോഴാണ് നടക്കുന്നത്? ആഫ്റ്റർ പ്യൂബറിറ്റി കഴിഞ്ഞിട്ടാണ്. ഇൻ ടെർഷറി ഫോളിക്കിൾ, ആഫ്റ്റർ പ്യൂബറിറ്റി ഇൻ ടെർഷറി ഫോളിക്കിൾ. ദിസ് ഈസ് ദ സെക്കൻഡ് ഫേസ് ഓഫ് ഊജനസിസിൻ്റെ രണ്ടാമത്തെ ഫേസ് ആണിത്. ഇവിടെ ആഫ്റ്റർ പ്യൂബറിറ്റി ഇൻ ദ ടെർഷറി ഫോളിക്കിളാണ് നടക്കുന്നുണ്ടാവുക. എന്താ സംഭവിക്കുന്നുണ്ടാവുക? പ്രൈമറി ഊസൈറ്റിൻ്റെ M1 division കംപ്ലീറ്റ് ചെയ്യും ആൻഡ് M1 division കഴിഞ്ഞ് സെക്കൻഡറി ഊസൈറ്റ് ആൻഡ് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടായി വരും. സോ ദിസ് ഈസ് ദ സെക്കൻഡ് ഫേസ്. ആൻഡ് വെൻ ഇറ്റ് ഈസ് കമ്മിങ് ടു ദ തേർഡ് ഫേസ്, പറഞ്ഞ മക്കളെ, തേർഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ഓവുലേഷൻ ആണ് നടക്കുന്നുണ്ടാവുക ആൻഡ് ഇൻ ഫലോപ്പിയൻ ട്യൂബാണ് നടക്കുന്നുണ്ടാവുക. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇൻ ദ ഓവറി അല്ല. ഓവുലേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡറി യൂസൈറ്റ് ഫലോപ്പിയൻ ട്യൂബിലെത്തും. അവിടെ എത്തുന്ന സമയത്ത് നടക്കുന്ന കാര്യം എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സെക്കൻഡറി യൂസൈറ്റ്, മനസ്സിലാക്കുക മക്കളെ, ഈ സെക്കൻഡറി യൂസൈറ്റ് എന്ത് ചെയ്യാണ്? റെഡിയാണോ? സെക്കൻഡറി യൂസൈറ്റ് എന്ത് ചെയ്യും? ഇഫ് ദ സ്പേം കംസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ ഞാനൊരു റെഡ് ഇങ്കിൽ കട്ട് ചെയ്ത് ഞാൻ എഴുതി തരാം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എഴുതി തരാം. നോക്കിക്കോ
കേട്ടോ. മൂന്നാമത്തെ ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ടിൽ ഞാൻ എഴുതിത്തരാം. only if sperm comes അല്ലെങ്കിൽ ഐ വിൽ ബി ടെല്ലിങ് ലൈക്ക് ഓൺലി ഇഫ് ഫെർട്ടിലൈസേഷൻ ഹാപ്പൻസ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ടെങ്കിൽ മാത്രം സെക്കൻഡറി യൂസൈറ്റ് എന്ത് പറ്റും, സെക്കൻഡറി യൂസൈറ്റ് വിൽ ബി കംപ്ലീറ്റിംഗ് ഇറ്റ്സ് M2 ഡിവിഷൻ മിയോസിസ് 2 ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ മെച്ചുവർ ഓവം ആൻഡ് എ സെക്കൻഡ് പോളാർ ബോഡി. ഇതാണ് ദിസ് ഈസ് ദ തേർഡ് ഫേസ് നടക്കുന്നുണ്ടാവുക. സോ ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. സോ ഇവിടെ വരെ പ്രൈമറി ഫോളിക്കിൾ ഫോം ചെയ്യുന്നത് വരെ. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സെക്കൻഡ് ഫേസ് നടക്കുന്നുണ്ടാവുക. ദിസ് ഈസ് ദ തേർഡ് ഫേസ് ആണ്. ദിസ് ഈസ് ദ 3 phases ഓഫ് oogenesis. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് തിങ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളോടാ, അല്ലെങ്കിൽ ഇവരൊക്കെ ഈ പെൺകുട്ടികൾക്കൊക്കെ ഒരു വിചാരമുണ്ട്. എന്താ വിചാരം എന്നറിയോ? ഇവർ എല്ലാ മാസവും ഓരോ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ശരിയോ തെറ്റോ? എല്ലാ മാസവും ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ശരിയാണോ? അല്ല. എല്ലാ മാസവും ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എല്ലാ മാസവും ഒരു ഫെർട്ടിലൈസ് ആവണം. അങ്ങനെ ഉണ്ടോ? ഇല്ല. ഇവരൊന്നും ആരും ഫെർട്ടിലൈസ് ആവുന്നില്ല. ഒരാൾ ഫെർട്ടിലൈസ് ആവുന്നത് അവരുടെ ജീവിതത്തിൽ 2-3 വർഷം മാത്രമാണ്, 2-3 തവണ മാത്രമാണ് ഉണ്ടാവുക. സോ ആ 2-3 തവണ മാത്രമാണ് ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ എല്ലാ മാസവും ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തിൻ്റെ പേരെന്താ? സെക്കൻഡറി യൂസൈറ്റ്. ആലോചിച്ച് നോക്കിക്കേ, നോട്ട് എവറി ഫീമെയിൽ പ്രൊഡ്യൂസസ് എൻ ഓവം എവറി മന്ത്. ഒരു ഫീമെയിൽ എല്ലാ മാസത്തിലും ഒരു ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റാണ്, മണ്ടത്തരമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നോട്ട് എവറി ഫീമെയിൽ പ്രൊഡ്യൂസസ് ആൻ ഓവം എവറി മന്ത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കണം മക്കളെ. മനസ്സിലായെന്ന് ആലോചിച്ച് നോക്കിയേ. സോ ദിസ് ഈസ് വാട്ട് ഈസ് നമ്മുടെ oogenesis എന്ന് പറയുന്ന സാധനം. ഓക്കെ ആണോ? കിട്ടിയോ? 1 minute silence. 1 minute silence for those females who was thinking they are producing an ovum every month. അവർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷത്തെ മൗനാചരണത്തിന് ശേഷം നമ്മൾ നമ്മളുടെ ക്ലാസ് പുനരാരംഭിക്കുന്നതായിരിക്കും. ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഈ ഡീറ്റെയിൽ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും പറ്റും. സോ ഇഫ് യു ആർ ലൈക്ക് ഇറ്റ്, യു ഷെയർ ഇറ്റ്. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടം. ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറയാം ഷെയർ ചെയ്യാന്നുള്ളത്, കാരണം എങ്കിലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ. ആൻഡ് ഓൾസോ എൻ്റെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. എൻ്റെ നമ്പർ 9048292200 എന്നുള്ളതാണ്. സപ്പോസ് ഇഫ് യു നീഡ് എനി അസിസ്റ്റൻസ് ഫോർ ദ നീറ്റ്, കോൾ മീ. ഓക്കെ. ആൻഡ് ഡോപ്പേനെ കോൺടാക്ട് ചെയ്യാനാണെങ്കിൽ അവിടെ സ്ക്രോൾ വരും, ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഓക്കെ, പറിച്ചോ. സോ ലെറ്റ്സ് ഗോ. ഇനി പിടിക്കും. ഇനി നമ്മളിതാ ഇവിടെ ഒരാളെ കുഴിച്ചിട്ടിരുന്നു. ആരായിരുന്നു? ഇവിടെ ആരായിരുന്നു ഉണ്ടായിരുന്നത്? സോ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടെ നോക്കട്ടോ, LHൻ്റെ പണി ഇതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ ഫിനിഷിങ് ദാറ്റ്. നമ്മുടെ മൊത്തം സാധനങ്ങളും, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ അടക്കമുള്ള സാധനങ്ങൾ നമ്മളിവിടെ തീർക്കാൻ വേണ്ടി പോവാണ്. LH എന്താ ചെയ്യാന്നറിയോ? അപ്പോൾ ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരാൾ ബാക്കിയുണ്ട്. ആരാ ബാക്കിയുള്ളത് നോക്കിയാൽ? ഓവുലേഷൻ കഴിഞ്ഞാൽ ഇതിന് ചുറ്റുമുള്ള ഈ സെൽസ് ഇതാ ഇവിടെ ബാക്കിയിരിപ്പുണ്ട്. ഗ്രാഫിയൻ ഫോളിക്കിളിനകത്ത് ഉണ്ടായിരുന്ന ഈ സെൽസ്. വാട്ട് ഈസ് ദിസ് നെയിം ഓഫ് ദി സെൽസ്? ഈ സെൽസിൻ്റെ പേര് ഗ്രാനുലോസ സെൽസ് എന്നായിരുന്നു. റൈറ്റ്, ഗ്രാനുലോസ സെൽസ് എന്നായിരുന്നു. എന്ത് ചെയ്യുന്നറിയോ? ഓവുലേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഈ ഗ്രാനുലോസ സെൽസിനെ എടുത്തിട്ട് ഈ ഗ്രാനുലോസ സെൽസിനെ എല്ലാത്തിനും കൂടി ഓർഗനൈസ് ചെയ്ത് വെക്കും. ദ ബോഡി വിൽ റീഓർഗനൈസ് ദ ഗ്രാനുലോസ സെൽസ്. ബോഡി എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഈ ഗ്രാനുലോസ സെൽസിനെ റീഓർഗനൈസ് ചെയ്ത് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇവനെയൊക്കെ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്യും. ദ ബോഡി ഈസ് റീഓർഗനൈസിങ് ഓൾ ദി ഗ്രാനുലോസ സെൽസ്. എല്ലാ ഗ്രാനുലോസ സെൽസിനെയും കൂടി പെറുക്കിയെടുത്ത് അടുക്കി വെക്കും. ഓക്കെ ആണോ? ഈ പെറുക്കിയെടുത്ത് അടുക്കി വെച്ച സാധനത്തിനുള്ളിലേക്ക് നമ്മുടെ ഹോർമോൺ, ഏത് ഹോർമോണാണ് മക്കളെ പറഞ്ഞോ? നമ്മുടെ LH. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് LH? ഫുൾ ഫോം ഓഫ് LH കേട്ടോ. വാട്ട് ഈസ് ദാറ്റ് ഫുൾ ഫോം ഓഫ് LH? എനിക്കറിയാം, നിങ്ങളെല്ലാവരും പറഞ്ഞുതരും. ഫുൾ ഫോം ഓഫ് LH ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പടപടാന്ന് LHൻ്റെ ഫുൾ ഫോം പറഞ്ഞുതരും. ദാറ്റ് ഈസ് നോൺ ആസ് luteinizing hormone. This is known as what? Luteinizing hormone. Do you know why it is known as luteinizing hormone? അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് നിങ്ങൾക്ക് അറിയില്ലുണ്ടാവില്ല. കാരണം നമ്മുടെ ബോഡിയിൽ നല്ല മഞ്ഞ കളറിലുള്ള യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമ്മുടെ ബോഡിയിൽ നല്ല മഞ്ഞ കളറിലുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്. ദർ ഇസ് എ കളർ പിഗ്മെൻറ്റ് ഇൻ ദ യെല്ലോ കളർ. ആ കളർ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ല്യൂട്ടീൻ എന്ന് വിളിക്കുന്നത്. ദിസ് ഈസ് നോൺ ആസ് ല്യൂട്ടീൻ. ല്യൂട്ടീൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ കളറിലുള്ള ഒരു പിഗ്മെൻ്റ് ഉണ്ട്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ല്യൂട്ടീനെ പിടിച്ചിട്ട് ഈ ഫോളിക്കുലാർ സെൽസിൻ്റെ ഉള്ളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ഈ ഗ്രാനുലോസ സെൽസിൻ്റെ ഉള്ളിലേക്ക് ല്യൂട്ടീനെ ഡിപ്പോസിറ്റ് ചെയ്യിപ്പിക്കും. ആര്? ല്യൂട്ടിനൈസിങ് ഹോർമോൺ. ഓർ സിംപ്ലി ഐ ക്യാൻ ടെൽ ലൈക്ക് ദ ല്യൂട്ടിനൈസിങ് ഹോർമോൺ ഈസ് ല്യൂട്ടിനൈസിങ് ദ ഫോളിക്കുലാർ സെൽസ്. കണ്ടോ? ഫോളിക്കുലാർ സെൽസിന് ഇവൻ എന്താ ചെയ്യുന്നത്? ഫോളിക്കുലാർ സെൽസിന് ഇവൻ ല്യൂട്ടിനൈസ് ചെയ്യുക. ഫോളിക്കുലാർ സെൽസിന് ഇവൻ എന്ത് ചെയ്യാണ്? ല്യൂട്ടിനൈസ് ചെയ്യാണ്. ഫോളിക്കുലാർ സെൽസിനെ ഇങ്ങനെ ല്യൂട്ടിനൈസ് ചെയ്യും. എങ്ങനെ? ഇതിൻ്റെ മേളിൽ ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. LH will be acting continuously on the follicular cells and the follicular cells will be luteinized by the LH. That's why it is known as luteinizing hormone. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇവനെ ല്യൂട്ടിനൈസിങ് ഹോർമോൺ എന്ന് വിളിക്കുന്നുണ്ടാവുക. ആൻഡ് ഇവൻ എന്താക്കും? നമ്മുടെ ഈ ഫോളിക്കുലാർ സെൽസിനെ ഒരു യെല്ലോ കളർ ബോഡിയാക്കും. യെല്ലോ ബോഡി. യു സീ ദാറ്റ് തിങ്? യെല്ലോ കളർ ബോഡിയാക്കും. ബോഡി എന്നുള്ളതിനെ നമ്മൾ ഇംഗ്ലീഷിലൊരു വാക്ക് പറയും, ബയോളജിയിലൊരു വാക്ക് പറയും. ദാറ്റ്
is known as corpus, that is for body. Yellow എന്നുള്ളതിന് ബയോളജിയിൽ വാക്ക് പറയും, that is known as what? Luteum. So it is a yellow body. So അവനെ നമ്മൾ എന്ത് വിളിക്കും? We will be calling it as what? Corpus. പറഞ്ഞോ? Luteum. This is known as corpus luteum എന്ന് വിളിക്കും. Why it is called corpus luteum and who is making the corpus luteum? Just understand that thing. The corpus luteum is made by the LH or luteinizing hormone. Corpus luteum is made by the LH or luteinizing hormone. Corpus luteum is made by the LH or luteinizing hormone. So LH ന്റെ പണി എന്താണ്? LH ന് രണ്ട് പണി. ഒന്ന് LH സർജ് വന്നിട്ട് ഇവൻ എന്തുണ്ടാക്കും? He is making the ovulation. രണ്ടാമത്തെ പണി അവിടെ കോർപ്പസ് ലൂട്ടിയത്തിന് ഉണ്ടാക്കിയെടുക്കും. എങ്ങനെയാണ്? By depositing the lutein pigment in the follicular cells. Clear ആണെന്ന് ആലോചിക്കേ. And what is the job of this corpus luteum? പറഞ്ഞോ? Corpus luteum will be synthesizing and secreting your hormone that is known as progesterone. That is known as your progesterone. So ഞാൻ പറഞ്ഞു തന്നു രണ്ട് ഫീമെയിൽ ഹോർമോണിൻ്റെയും കഥ പറഞ്ഞു തന്നു. വൺ ഹോർമോൺ വാസ് ഈസ്ട്രോജൻ, രണ്ടാമത്തെ ആളുടെ പേര് പ്രൊജസ്ട്രോൺ എന്നായിരുന്നു. സോ ഇവിടെ എഴുതിയെടുത്തോട്ടോ. നിങ്ങൾക്ക് ഇതാ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു നോട്ട് അങ്ങോട്ട് തരാം. ഇവിടെ പിടിച്ചോ. ഒന്നാമത്തെ ഹോർമോണിൻ്റെ പേര് FSH എന്നായിരുന്നു. FSH വരും. FSH will stimulate, നോക്കിക്കോട്ടോ, stimulate ഫോളിക്കിൾസ്. ഏത് ഫോളിക്കിളിനെ? പ്രൈമറി ഫോളിക്കിളിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, പിന്നെ സെക്കൻഡറി ഫോളിക്കിൾ ടെർഷ്യറിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, സ്റ്റിമുലേറ്റ് ഫോളിക്കിൾ ചെയ്യും. ഓക്കെ ആണോ? സ്റ്റിമുലേറ്റ് ഫോളിക്കിൾ ചെയ്യുന്ന സമയത്ത് വാട്ട് വിൽ ബി ഒക്കറിങ്? ഫോളിക്കുലാർ ഗ്രോത്ത് ഉണ്ടാവും. ഫോളിക്കുലാർ ഗ്രോത്ത് ഉണ്ടാവും. ഈ ഗ്രോത്ത് ഉണ്ടാവും. ഈ ഗ്രോ ചെയ്യുന്ന ഫോളിക്കിൾസ്, ഈ ദിസ് ഗ്രോയിങ് ഫോളിക്കിൾ ദാറ്റ് വിൽ ബി സെക്രീറ്റിംഗ് യുവർ ഹോർമോൺ ദാറ്റ് ഈസ് നോൺ ആസ് ഈസ്ട്രോജൻ. സോ ഈസ്ട്രോജൻ ഈസ് സെക്രീറ്റഡ് ബൈ ദ ഗ്രോയിങ് ഫോളിക്കിൾ അണ്ടർ ദ ആക്ഷൻ ഓഫ് വിച്ച് ഹോർമോൺ? അണ്ടർ ദ ആക്ഷൻ ഓഫ് FSH. FSH stimulate follicle to grow. Growing follicle will secrete the estrogen. Clear ആണോ എന്ന് ആലോചിച്ച് നോക്കിയേ. ഇനി അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ, there is LH, there is luteinizing hormone. What it will be, he will be doing? He will be producing what? Producing corpus luteum. Ready ആണോ? Corpus luteum produce ചെയ്യും. How it will be producing the corpus luteum? By luteinizing the follicular cells after the ovulation. Ovulation കഴിഞ്ഞതിന് ശേഷം ഇവനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. And this corpus luteum, this person, it will be producing your hormone that is known as what? Progesterone. See this thing. So progesterone is secreted by the corpus luteum and this is by the estrogen. Estrogen ആയിരിക്കും ഉണ്ടാവുന്നുണ്ടാവുക. ക്ലിയർ ആണോ എന്ന് ആലോചിച്ച് നോക്കണേ. സോ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ഗ്രാഫ് ഞാൻ അങ്ങോട്ട് കാണിച്ചു തരും. ഇപ്പോൾ ഞാനൊരു ഗ്രാഫ് അങ്ങോട്ട് കാണിച്ചു തരും. ആൻഡ് യു ഹാവ് ടു ടെൽ മീ വാട്ട് ഇറ്റ് ഈസ് occurring. ഓക്കെ, ഇതെവിടെ നോക്കിക്കോ. ദിസ് ഈസ് ദ ഗ്രാഫ് ഐ എം ഗോയിങ് ടു ടീച്ച് യു. കേട്ടോ, ഈ ഗ്രാഫ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരും. സോ നോക്ക്, ആദ്യം യു ക്യാൻ സീ ദാറ്റ് തിങ് ദർ ഈസ് എ ഫോളിക്കുലാർ ഗ്രോത്ത്. ഫോളിക്കിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഫോളിക്കിൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക? ഇവിടെ FSH ഉണ്ടാവും. FSH വിൽ ബി സ്റ്റിമുലേറ്റിംഗ്, ഇവനെ സ്റ്റിമുലേറ്റ് ചെയ്യും. യു ക്യാൻ സീ ദാറ്റ് തിങ് വിച്ച് ഈസ് ദിസ് ഫോളിക്കിൾ. ദിസ് ഫോളിക്കിൾ ഈസ് നോൺ ആസ് യുവർ ടെർഷ്യറി ഫോളിക്കിൾ, റൈറ്റ്? ദിസ് ഈസ് നോൺ ആസ് യുവർ ടെർഷ്യറി ഫോളിക്കിൾ. വൈ? ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദ ആൻട്രം. യു ക്യാൻ സീ ദിസ് ഇസ് ദ ടെർഷ്യറി ഫോളിക്കിൾ. ദിസ് ഈസ് നോൺ ആസ് എ മെച്യൂർ ഫോളിക്കിൾ ഓർ ഗ്രാഫിയൻ ഫോളിക്കിൾ. സോ ഈ ഫോളിക്കിൾ ഇങ്ങനെ വലുതാവുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഈസ്ട്രോജൻ ലെവൽ? യു ക്യാൻ സീ ദ graph of the estrogen here. The graph of the estrogen is going increasing and it is peaking here. There is creating a peak. Why it is peaking? Because of the presence of the Graafian follicle. Graafian follicle ഇങ്ങനെ വലുതായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും there is something that is known as what? Ovulation. Why there is ovulation? ഈ സമയത്ത് there is the LH surge ഉണ്ടാവും. You have to see that thing. LH surge ഉണ്ടാവും. Ovulation നടക്കും. Ovulation നടന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടെ എന്ത് സെൽ ഉണ്ടാവും? You have to see that thing. ഇവിടെ ഗ്രാനുലോസ സെൽസ് ഇവിടെ ബാക്കി ഇരിക്കുന്നുണ്ടാവും. ഈ ഗ്രാനുലോസ സെൽസിലേക്ക് എന്ത് ചെയ്യും? LH ആക്ട് ചെയ്യും and LH will create the corpus luteum. Can you see the corpus luteum? And what the corpus luteum will do? നോക്കിക്കോ മക്കളെ, corpus luteum will be producing the progesterone. You can see the graph of the progesterone. അതുവരെ പ്രൊജസ്ട്രോൺ ഉണ്ടായിരുന്നില്ല, കുഞ്ഞായിട്ടിരിക്കുകയായിരുന്നു. ആൻഡ് കോർപ്പസ് ലൂട്ടിയം വരുമ്പോഴത്തേക്കും പ്രൊജസ്ട്രോൺ ഇങ്ങനെ വലുതായി വരും. ആൻഡ് വാട്ട് വിൽ ബി ഒക്കറിംഗ് എന്നറിയാം മക്കളെ, ഈ ഓവുലേഷൻ കഴിഞ്ഞിട്ട് 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആഫ്റ്റർ 14 days ഓഫ് ഓവുലേഷൻ ദ ലെവൽസ് ഓഫ് ദ LH വിൽ ഡിക്രീസ്. LHൻ്റെ അളവ് കുറയും. LHൻ്റെ അളവ് കുറഞ്ഞാൽ എന്ത് പറ്റും? ഈ കോർപ്പസ് ലൂട്ടിയത്തിലുള്ള ലൂട്ടിനൈസേഷൻ കുറയും, കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ സപ്പോർട്ട് കുറയും. സോ വാട്ട് വിൽ ബി ഒക്കറിംഗ്? കോർപ്പസ് ലൂട്ടിയം റീജനറേറ്റ് ചെയ്യും. ദ റിഗ്രഷൻ ഓഫ് കോർപ്പസ് ലൂട്ടിയം നടക്കും. കോർപ്പസ് ലൂട്ടിയം റിഗ്രസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? യു ക്യാൻ സീ ദ പ്രൊജസ്ട്രോണിൻ്റെ അളവും കുറഞ്ഞു പോകും. ക്യാൻ യു സീ ദാറ്റ് തിങ്? ദ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറഞ്ഞു പോകും. സോ ദിസ് ഈസ് വാട്ട് ഈസ് ഒക്കറിംഗ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് in the female hormones and how it is producing. So you see that thing, the first phase, the follicular phase, this is under the action of FSH. Second phase, the luteal phase, this is under the action of LH. In the FSH, it will be producing what? In the FSH, the follicular phase, it will be producing the estrogen, and under the LH, the corpus luteum, it will be producing the progesterone. Clear ആണോ എന്ന് ആലോചിച്ച് നോക്കിക്കേ. Is this okay? മനസ്സിലായോ നോക്കിക്കേ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ നോക്കിക്കേ. So this is very very important. You have to understand. So let us go, let us discuss, let us read the NCERT textbook here. So now the primary follicles are left in each ovary. The primary follicle gets surrounded by more layers of granulosa
cells and new theca are called secondary follicles ഉണ്ടാവും. എപ്പോൾ ആഫ്റ്റർ പ്യൂബർട്ടി. യു ഹാവ് ടു സീ ദാറ്റ് തിങ്. ആഫ്റ്റർ പ്യൂബർട്ടി ആണ് ഈ സാധനം ഉണ്ടാവുക. ഓക്കെ ആണല്ലോ അല്ലേ? എനിക്ക് ഈ കോമ്പി നിർത്തിയിട്ട് പോകാൻ സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ വിൽ ബി ഗോയിങ് വിൽ ബി കോപ്പ്. നിങ്ങൾക്ക് വെരി വെരി ഹാപ്പി. ഞാൻ ഒരുപാട് കണ്ടന്റ് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഐ വിൽ ബി ജസ്റ്റ് സ്റ്റോപ്പിംഗ് ദിസ് തിങ്. ദ സെക്കൻഡറി ഫോളിക്കിൾ സൂൺ ട്രാൻസ്ഫോം ഇൻ ടു ടെർഷ്യറി ഫോളിക്കിൾ വിച്ച് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ ഫ്ലൂയിഡ് ഫിൽഡ് ക്യാവിറ്റി കോൾഡ് ആൻഡ്രം. നമ്മൾ പഠിച്ചു. ദ തീക്ക ലെയർ ഈസ് ഓർഗനൈസ്ഡ് ഇൻ ടു an inner theca interna and outer theca externa. It is important to draw your attention that this stage the primary oocyte ഏത് സ്റ്റേജിലാണ്? in the tertiary follicle the primary oocyte within the tertiary follicle grows in size and completes its first meiotic division. It is an unequal division resulting in the formation of a large haploid secondary oocyte and the first polar body. നോക്കിക്കോട്ടോ. The secondary oocyte retain the bulk of the nutrient rich cytoplasm of the primary oocyte. കണ്ടോ? സെക്കൻഡറി oocyte എന്താ ചെയ്യുന്നുണ്ടാവുക? സെക്കൻഡറി oocyte retain the bulk of the nutrient rich cytoplasm of the primary oocyte. Can you think of any advantage of this thing? പറയാൻ പറ്റുമോ? Can you think of any advantage of this thing? Because the sperm do not have, you have to understand, the sperm do not have any cytoplasm. So അത് കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ പണി. Does the first polar body born out of the meiotic division divide further and degenerate? You have to understand that thing. The first polar body ഇവിടെ ഉണ്ടായില്ലേ? First polar body at the time of ovum production it will be undergoing the meiosis 2 and it will be producing the second polar body. വീണ്ടും second polar bodies produce ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ നോക്കിക്കോ. ഫൈനൽ പ്രൊഡക്റ്റ് എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ see that thing, initially there was oogonia ഉണ്ടായിരുന്നു. ആ oogonia diploid cell ആയിരുന്നു. This will be converting into primary oocyte ആയി മാറിയിട്ടുണ്ട്. This is also a diploid cell ആയിരുന്നു and this is completing the M1 division at the tertiary oocyte and it will be producing a secondary oocyte produce ചെയ്യും and a first polar body create ചെയ്യും. And if there is sperm comes, it will be completing its second meiosis division and it is producing a large ovum and it will be producing a second polar body produce ചെയ്യും. അതുപോലെ തന്നെ ഈ ഡിവിഷൻ നടക്കുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് പോളാർ ബോഡി will also continue the M2 division and it will be producing another second polar body and it will be producing another second polar body. So actually എത്ര second polar body ഉണ്ട്? There are 3 second polar bodies, but NCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഡിവിഷൻ പറയുന്നില്ല. സോ അത് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ NCERT അവിടെ ചോദ്യമായിട്ട് വെക്കുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈ പോളാർ ബോഡീസ് എല്ലാം ഡീജനറേറ്റ് ആയി പോകും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും എന്ത് ചെയ്യും? മൊത്തമായിട്ട് മുന്നോട്ട് നിർത്തി പോകുന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ അല്ലേ? സോ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നടക്കുന്നുണ്ടാവുക. സോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? സോ ദർ ഈസ് നോ ഡൗട്ട് ഹിയർ. ഓക്കെ, സോ ഇതാണ് പറയാനുള്ള കാര്യം. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദ ഫസ്റ്റ് പോളാർ ബോഡി. ഓക്കെ അല്ലേ? സോ അറ്റ് പ്രസൻറ്റ് NCERT തന്നെ പറയുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് നൗ നമുക്ക് അതിനെ പറ്റിയിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ ഇല്ല. പക്ഷേ മെഡിക്കൽ ടെക്സ്റ്റ് ബുക്സിൽ ഇറ്റ് ഈസ് സെഡ് ലൈക്ക് ദാറ്റ്. പക്ഷേ നിങ്ങൾക്കത് കൃത്യമായിട്ട് പറയണ്ട. കാരണം NCERT ഈസ് നോട്ട് മെൻഷനിങ് അബൌട്ട് ദാറ്റ് തിങ് ഇൻ ഡീറ്റെയിൽ, റൈറ്റ്? സോ അതിനെ പറ്റിയിട്ട് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സോ NCERT പറയുന്ന കാര്യം മാത്രം ഓർത്താൽ മതി. അറ്റ് പ്രസൻറ്റ് വി ആർ നോട്ട് വെരി ക്ലിയർ അബൌട്ട് ദിസ്. അറിയില്ല. ദ ടെർഷ്യറി ഫോളിക്കിൾ നോക്കിക്കോട്ടോ. ദ ടെർഷ്യറി ഫോളിക്കിൾ ഫർദർ ചേഞ്ചസ് ഇൻ ടു എ മെച്ചുവർ ഫോളിക്കിൾ ദാറ്റ് ഈസ് കോൾഡ് ഗ്രാഫിയൻ ഫോളിക്കിൾ. ദ സെക്കൻഡറി oocyte ഫോംസ് എ ന്യൂ മെംബ്രെയിൻ കോൾഡ് സോണ പെല്ലുസിഡ സറൗണ്ടിങ് ഇറ്റ്. സോ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഗ്രാഫിയൻ ഫോളിക്കിളിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ സെക്കൻഡറി oocyteൻ്റെ ചുറ്റും എന്തുണ്ടാവും? ദർ വിൽ ബി ഒരു സോണ പെല്ലുസിഡ അവിടെ ഫോം ചെയ്യുന്നുണ്ടാവും. ദ ഗ്രാഫിയൻ ഫോളിക്കിൾ ഈസ് നൗ റപ്ചേഴ്സ് ടു റിലീസ് ദ സെക്കൻഡറി oocyte. ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ഇപ്പോൾ റപ്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? സെക്കൻഡറി, യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് വിൽ ബി പ്രൊഡ്യൂസിങ് എ സെക്കൻഡറി oocyte ഓവം. യു ക്യാൻ സീ ദാറ്റ് തിങ്. ദ സെക്കൻഡറി oocyte ഈസ് ജനറലി കോൾഡ് ഓവം. പക്ഷേ അത് ജനറലി ആണ്. അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ മാത്രമേ അത് ഓവം എന്ന് വിളിക്കുള്ളൂ. സാധാരണ ആളുകൾക്ക്, ബയോളജി പഠിക്കാത്ത ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ ഓവം എന്ന് വിളിക്കുക. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല. ആൻഡ് ദിസ് ഈസ് കോൾഡ് വാട്ട്? ഓവുലേഷൻ. യു ക്യാൻ സീ ഹിയർ ഓൾസോ ഇറ്റ് ഈസ് മാർക്കഡ് ഇറ്റ് ആസ് വാട്ട്? ഓവം. ഇവിടെ ഓവമായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ജനറലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഓൺലി അറ്റ് ദ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ ആണ് നമ്മളതിന് ഓവം എന്ന് വിളിക്കാറുള്ളൂ. അതുവരെ ദിസ് തിങ് ഈസ് ആക്ച്വലി സെക്കൻഡറി oocyte ആണ്. ജനറൽ ടേം ആണ് ഓവം, പക്ഷേ സ്പെസിഫിക്കലി ഇറ്റ് ഈസ് സെക്കൻഡറി oocyte. മനസ്സിലാക്കണം. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ മേജർ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്പെർമാറ്റോജനസിസ് ആൻഡ് oogenesis? കൃത്യമായിട്ട് ഓർത്തിരിക്കാം. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ഡിഫറൻസ് നിങ്ങൾ എന്തായാലും മാർക്ക് ചെയ്യേണ്ട ഡിഫറൻസ് ആണ്. വാട്ട് ഈസ് ദാറ്റ് തിങ്? സോ ഇവിടെ നോക്കുക. ബർത്ത് ചൈൽഡ്ഹുഡിലൊന്നും നടക്കുന്നില്ല. ആഫ്റ്റർ പ്യൂബറിറ്റി ദ ഫസ്റ്റ് പോളാർ ബോഡി ഫോം ചെയ്യുന്നുണ്ട്. എവിടെ വെച്ചിട്ടാണ് ഉണ്ടാവുക? ഇൻ ദ ടെർഷ്യറി ഫോളിക്കിൾ വെച്ചിട്ടാണ് ഉണ്ടാവുക. യു ക്യാൻ സീ ദ സെക്കൻഡറി oocyte ഈസ് കൺവേർട്ടഡ് ഇൻ ടു സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് ഓവം. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് ഓവം ആയിട്ട് മാറ്റുന്നുണ്ടാവും. സോ ഇതിനെ ഈ പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് യു
you have to write here, that is only if you have to write only if എന്താ നടക്കുന്നുണ്ടാവുക, only if the sperm comes, only if the sperm comes, you have to understand only if the sperm comes. ഇത് മനസ്സിലാക്കുക, sperm comes and only at the time of ഫെർട്ടിലൈസേഷൻ ആണ് ഈ സെക്കൻഡറി യൂസൈറ്റ് ഓവമായിട്ട് മാറുന്നുണ്ടാവുക. ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ വേർ, എവിടെയാണ് നടക്കുന്നുണ്ടാവുക, അറ്റ് ഫലോപ്പിയൻ ട്യൂബാണ് ഈ സാധനം നടക്കുന്നുണ്ടാവുക. സോ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സൈറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് മെച്ചർ ഓവം? മെച്ചർ ഓവം ഫോം ചെയ്യുന്ന സൈറ്റ് എവിടെയാണ്? നിങ്ങൾ കണ്ണുടച്ചിട്ട് കുത്തും ഓവറി എന്നുള്ളത് തെറ്റാണ്. ഓവറിയിലല്ല മെച്ചർ ഓവം ഫോം ചെയ്തത്. മെച്ചർ ഓവം ഈസ് ഫോംഡ് ഇൻ ദ ഫലോപ്പിയൻ ട്യൂബ്. മനസ്സിലാവുന്നുണ്ടോ? So this is it very important, and we will be discussing the menstrual cycle, and menstrual cycle major hormonal സാധനങ്ങൾ നമ്മളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. and rest of the thing I think we will be discussing it on another session. വീണ്ടും പിന്നെ കാണാം. ഓക്കെ, ബൈ മക്കളെ, താങ്ക് യു. നിങ്ങൾ കാത്തിരുന്നതിന്, നിങ്ങൾ കേട്ടതിന്, ഷെയർ ചെയ്തതിന് എല്ലാത്തിനും നന്ദി. and we will be seeing you in a different session. ഇതിൻ്റെ ബാക്കിയായിട്ട് we will be seeing there.